തുടങ്ങി. അല്ല അങ്ങനെ കേറാൻ പാടില്ലല്ലോ, നമ്മൾ എഡ്ജിൽ നിന്ന് വേണ്ടേ തുടങ്ങാൻ. നമുക്ക് മേളത്തെ വേസിലിരിക്കാം. വാ മിന്നി. കൊടുത്തിട്ടില്ല കേട്ടോ കാര്യങ്ങള്. ഓക്കെ ഇവിടെ ഒരു ടീം ഇരിക്കുന്നത്. അതെ അവരുടെ കൂട്ടത്തിൽ സോളെക്സ് ഇവിടെ. ഫോർട്ടീൻക്ക് അതേ പോകുന്നു. നമുക്ക് റോഡ് പിടിച്ചു. 9 seconds. അവിടെ കുറച്ച് പേരുണ്ട് മെട്രോ സ്റ്റേഷന്റെ അപ്പുറത്ത് മെയിൻ റോഡില്. ADR ബാക്കി ടീമോടെ പ്ലേബാക്ക് സ്പീഡ് നോർമലാ. ഫുൾ സ്ക്രീൻ ആക്ക്. ഫുൾ സ്ക്രീൻ ആടാ. എന്നാ പിടിച്ചോ. ബിൽഡിംഗ് പിടിച്ചിട്ടുണ്ട്. ടിവിയെ അവിടെ ടെൻസില് ഉള്ളിലാണോ ഇവര്? ടിവി എവിടെ? ഈ ബിൽഡിംഗിന്റെ ഉള്ളിൽ ശരിയായ ADR അടിച്ചു. ഇതില് പക്ഷെ ഇവരാരെയും ഫേസ് ചെയ്ത് നിൽക്കുന്നത്. ടിവിയെ ഇവരിവിടെ ഫൈറ്റ് ചെയ്യുന്നത്. IG വേഴ്സസ് ടിവിയെ സ്റ്റാർട്ട് ചെയ്തു. അടി തുടങ്ങിയിരിക്കുന്ന മക്കളെ. ഫേസ് ടു ഫേസ് ഇതിന്റെ ഉള്ളിലാണോ? ഫോണിൽ കാണുന്ന നിർത്തോ. തുടങ്ങി അടി തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ അടുത്ത് വേറെ ആരെങ്കിലും ഒന്നുണ്ടോ? സൈഡിൽ ആളില്ല. IG വേഴ്സസ് ടിവിയെ ഇവിടെ നടക്കുന്നത്. ഈ പൊസിഷൻ മാർക്ക് ചെയ്ത് വെച്ചോ. അടുത്തത് നോക്കാം. ഓക്കെ IG വേഴ്സസ് വീഡിയോ ഒന്നും ഇല്ല. ക്യാമറ ലെഫ്റ്റ് സൈഡോട്. ഇവിടെ ലെഫ്റ്റ് സൈഡ് കിൽ ഫീഡ് ഉണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡ് അല്ലതാ ഇവിടെ കാണിക്കുമല്ലോ വലുതായിട്ട്. ഇത് ഭയങ്കര ചെറുതായിട്ട് റൈറ്റിൽ കാണിക്കുള്ളൂ. അത് ഇവർക്ക് കാണാൻ പോലും പറ്റത്തില്ല. അതിന് നല്ല ലെഫ്റ്റിൽ ആരെങ്കിലും ഒരാളെങ്കിലും ഒന്ന് ചാവട്ടെ. ഇത് ഇവിടെ അടുത്ത ടെക്സസ് ഈ സൈഡിലൂടെ റോഗ് ഇവിടെ 4 ടീം ഇവിടെ ഉണ്ട്. ടിവി എനിക്ക് തോന്നുന്നു ഇവര് അറിഞ്ഞിട്ടില്ല ഈ സംഗതി. മനസ്സിലായിട്ട് ഓപ്പോസിറ്റ് ആളുള്ള കാര്യം. അയ്യോ നമുക്ക് ബഗ്മാനെ പിടിക്കാം. ഞാൻ തന്നെയാണോ ബഗ്മാൻ? വരുന്നില്ല. അത് ഞാൻ തന്നെയെന്ന്. എല്ലാരും ഇവിടെ തന്നെ. ഗോഡ് ക്രാഷ്ഡ്. അടി കിട്ടുന്നുണ്ടോ എന്നൊരു സംശയം. അടി കിട്ടുന്നുണ്ട്. TMG CM ജോണി അവിടെ റെഡിയായി. വെയിറ്റ്. ഇപ്പൊ അവിടെ മുട്ട ഹേറ്റ് ബഗ്മാനെ സ്പെക്ക് അടിച്ചിട്ട് വരുന്നില്ല ഗൈസ്. അതുകൊണ്ടോ ചാറ്റിലൊക്കെ MTS റോഗ് റൂഫിന്റെ മേലെ. റൂഫിന്റെ മണ്ടൊക്കെ കേറിയടാ. ആർക്കും ഒന്നും മനസ്സിലാവില്ല. ആ സൗണ്ട് നമ്മള് കേട്ട പരിചയമുള്ള മറ്റേ നമ്മളെ പയ്യൻ. TMG റൂഫിന്റെ മേലെ. ടിവിയെ അവിടെ ബുർജുൽ അറബിന്റെ അടുത്ത്. SRR അടി നടക്കുന്നു. അബു ഹൈവേ അബു SRR versus Jodex. നേർക്ക് നേരല്ലോ. ഇത് ഒരു ക്ലീൻ ഒരു സ്പെക്കുലേറ്റർ വിഷയമാണ് കാണാൻ. എനിക്ക് ഉറപ്പാണ്. പുള്ളി എന്താണ് അഡ്മിൻസ് ഒന്നും ഹെൽപ്പ് ചെയ്യാത്തെ? ബാക്കി എല്ലാരും ഇതിന്റെ അകത്താണ്. ബാക്കി എല്ലാരും ഇതിന്റെ അകത്ത്. ഇപ്പൊ ശരി തരാം. പുള്ളിയെ പാനിക് ആക്കി ഇതാക്കി ഗൈസ്. എല്ലാരും പുള്ളിക്ക് മീൻസ് എന്താണെന്ന് അറിയത്തുമില്ല. ആരോ വന്നിട്ടുണ്ട്. പുള്ളി വീട്ടിൽ വീസിലാരോ വന്ന്
ഗൈസ് പുള്ളി എടുത്ത് എല്ലാരും ഒന്ന് പോയി അവിടെ പോയിട്ട് മറ്റേ ഡിസ്ട്രിക്ട് സിയോണിൽ പോയിട്ട് ചിൽ സമാധാനം. ഇവിടെ കുറെ വിശപ്പുണ്ടച്ചുകൾ കണ്ട വേറെ കൺഫേം ആയിട്ടാ കുറെ ആൾമാര് ചൊറി നിങ്ങളെല്ലാം ഒന്ന് പോയിട്ട് ഒന്ന് ചില്ലാവാൻ പറ ഒന്നുമില്ല ചിൽ എന്ന് പറഞ്ഞു ആളെ പാനിക് ആക്കി വെച്ചേക്കുവാണ് കുറെ വിശപ്പട്ടികള്. ഗൈസ് ഒരു ടൂർണമെന്റ് ഒക്കെ നടക്കുമ്പോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കും. വിലീസിനെ കൊണ്ട് കേറിയ മാത്രം ഇതിന്റെ ബാക്കിയാന്ന് നോക്കിക്കോളൂ. ആ ഓക്കെ വണ്ടിക്കകത്ത് നോർമൽ ആക്കിയതിന്റെ നീ കുറച്ച് ബാക്കിലോട്ടാണ്. ആണോ? ആളൊന്ന് സമാധാനമായ ആൾക്കൊന്ന് സമാധാനമായി. അതെ ചാറ്റ് വിളിക്കണം. എല്ലാം സെറ്റായി. ഇനിയിപ്പോ ഞാൻ വലിക്കണ്ട. ഓക്കെ നമ്മളിറങ്ങുക. അതിന് മുമ്പ് നമുക്കൊരു പിക്ക് ഉണ്ടായിരുന്നു. ഞാൻ ചെയ്യുന്നില്ല. രണ്ടാമത്തെ പിക്ക് എനിക്ക് അടി അത് ക്യാമറ തിരിക്കണം, പുള്ളി തന്നെ തിരിക്കണം. വെജീറ്റ് എടുത്തു തിരിക്കില്ല. മാത്രം വീണടാ, ബാക്കി എല്ലാരും ബ്രോ മൗസ് പോയിന്റർ വെച്ചിട്ട് മൂവ് ചെയ്താലാണ് ബ്രോന്റെ POV കാണത്തുള്ളൂ. കിട്ടി. അയ്യോ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ടെക്സാസ് ബുഷിയും TVR സൈഡിലായിരുന്നു. TVA കാണുന്നില്ല. TXS ഇവിടെ, TXS ഫാൽക്കൺ ഇവിടെ ഉണ്ട്. ഒറ്റയ്ക്കുള്ളൂ TVA പ്ലേയേഴ്സ് ഇതേ ബിൽഡിങ്ങിന് തൊട്ടപ്പുറത്ത് TVA പ്ലേയേഴ്സ്. TXSന്റെ വേറെ പ്ലേയേഴ്സിനെ കാണുന്നില്ല. TXS ഫാൽക്കൺ മാത്രം ഇവിടെ ഒറ്റ കോടി കളിക്കുന്നുണ്ട്. അതിന്റെ അപ്പുറത്ത് ഒരാൾ വണ്ടി കൊണ്ടുവരുന്നത്. TXSന്റെ ബാക്കി പ്ലേയേഴ്സ് തൊട്ടപ്പുറത്ത്. TXS അവിടെ യാഹിക്കോ ഇവിടെ ഉണ്ട്. ചീറ്റ് എഞ്ചിൻ, ജമാലോ, കൊല്ലം ഫ്യൂറി. എടാ കുഴപ്പമില്ലടാ, നമുക്കിപ്പോ പിക്ക് വേണം, മനസ്സിലായില്ലേ? ടാസ്ക് ആണ് അവര്. നമ്മുടെ മെയിൻ ഇതല്ലേ. അപ്പൊ അവൻ ഫസ്റ്റ് ഫൈറ്റ് പോയി. അത് ഇതായി പോയതാ, എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യാനില്ല. പക്ഷെ അവനോട് വേണമായിരുന്നു മുന്നോട്ട്. ടെക്സാസ് കില്ലിന് 5 പോയിന്റ് അല്ലേ? ലാസ്റ്റ് 25 പോയിന്റ് അല്ലേ? എത്ര പ്ലേസ് ഒന്നും അറിയാൻ പറ്റുമോ? അല്ല അത് പുള്ളി സ്പോണായിട്ട് അവിടെ പോയി ചത്ത, മനസ്സിലായില്ലേ? സ്നൈപ്പ് ഉള്ളത് പക്ഷെ ഇച്ചിരി സീനാണ് കേട്ടാ. ബെല്ലാരി വേഴ്സസ് സോളക്സ്. സോളക്സിന്റെ പ്ലേയേഴ്സ് ബെല്ലാരി ഇതിന്റെ ബിൽഡിങ്ങിനുള്ളിൽ അതെ ഇരിക്കുന്നു. സോളക്സ് ഈ സൈഡിൽ, ബെല്ലാരി അപ്പുറത്ത്. ബെല്ലാരി വേഴ്സസ് സോളക്സ്. രണ്ടുപേര് സ്നൈപ്പ്. ബിൽഡിങ്ങിന്റെ മേലെ നിന്നാണ് അടിച്ചിട്ടേ? അല്ലല്ല, ഇവിടുന്ന് ഈ ലോങ് ഈ ഡിസ്റ്റൻസിൽ സ്നൈപ്പ് ചെയ്താ അവര്. രണ്ടുപേരും സ്നൈപ്പ് ചെയ്തോ. ബെല്ലാരി വേഴ്സസ് സോളക്സ്. എനിക്ക് പ്ലേയേഴ്സിനെ അല്ലല്ല, രണ്ട് ഷോട്ട്. സോളക്സ് അടുത്ത ടീം. ADR വേഴ്സസ് അപ്പുറത്താരുള്ളത്? ADR ഒരാൾ മാത്രമേ ഉള്ളൂ.
ഇതേ ഇരിക്കുന്നത് ADR. ഗൈസ് ചാരിറ്റി ഇതിന്റെ ഇത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന എമൗണ്ട് ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കണം. നമ്മുടെ ലൈവ് കാണുന്ന ഒരു പയ്യന്റെ സ്നൈപ്പിംഗ് Z3 അമ്മയാണ്. ADR വേഴ്സസ് Z3. നമുക്കല്ലാതെ എനിക്ക് ചാരിറ്റി സ്ട്രീം എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ചെയ്യാൻ കിക്കിന്റെ ചാറ്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. അത് ഇൻസ്റ്റന്റ് ചേഞ്ച് ആയിരിക്കും ബ്രോ. സ്ക്രീൻ ഫുൾ ആണ്. 60 സെക്കൻഡ് ടൈം ഉണ്ടോ? ഇൻസ്റ്റന്റ് ചേഞ്ച് ആയിരിക്കും. സ്ക്രീൻ ഫുൾ ആണ്. എളുപ്പന്ന് സോൺ സ്വിച്ച് ആവും ഫസ്റ്റ് ഇതില്. ഇത് ഭയങ്കര ഫക്കിംഗ് മാപ്പ് കേട്ടോ. മാപ്പ് ദുബായ് ആണോ? ദുബായ്. ADR Z3 മാപ്പ് ട്രിപ്ലെക്സില് എല്ലാവർക്കും ആർക്കും ഇതുവരെ ആരും കാണാത്ത മാപ്പ്. എല്ലാവർക്കും കൺഫ്യൂഷൻ. എവിടെ പോണം ഒരു ഐഡിയ ഇല്ല. ഏറ്റവും ഹൈറ്റ് ഉള്ള ബിൽഡിംഗ് മെയിൻ ടീമില് എല്ലാം ഓരോരുത്തർ വീണു. ലൈക് മാസ് ടെക്സ്. ഓക്കെ ടെക്സാസിൽ ആരും വീണില്ലല്ലോ. എല്ലാം തോന്നുന്നു, അറിഞ്ഞൂടാ. ട്രിപ്ലെക്സ് ആ സൈഡിലാണ്. എല്ലാരും ഫൈറ്റിന് മുൻഗണന കൊടുക്കും. തേർഡ് പാർട്ടി ആയിരിക്കും. PUBG തന്നെ നടക്കാൻ പോണേ. ഇത് എന്ത് മാപ്പടാ ഇത്? ഹൈ പൊസിഷൻ ട്രിപ്ലെക്സ്. സത്യോടെ ഇത് ആർക്കും അറിഞ്ഞൂടാ. കണ്ടുമുട്ടും ആൾക്കാര്. ട്രിപ്ലെക്സ് വേഴ്സസ് RR. അതാണ് സോൺ ചെറുതാവും. ട്രിപ്ലെക്സ് അന്നേരം എനിക്ക് വണ്ടിയൊക്കെ ചാടിച്ചൊക്കെ പോവാളിയ സീനായിരിക്കും. ഇതിന്റെ ഫൈനൽ സർക്കിൾ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? എന്റെ അമ്മ, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇത് ഉറപ്പാ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. വിഷയമായിരിക്കും. ഇതിന്റെ ബാക്കി റിമൈനിങ് പ്ലേയേഴ്സിന്റെ അല്ല മുകളിലൊന്നും കയറാൻ പറ്റത്തില്ല. ഈ വലിയ ബിൽഡിങ്ങിന്റെ മുകളിലൊന്നും കയറാൻ പറ്റത്തില്ല. ഇനി വണ്ടി വല്ല എവിടെയെങ്കിലും മറ്റേ പറപ്പിക്കാൻ പറ്റുമെങ്കിലൊക്കെ ഉള്ളൂ. മറ്റേ പറപ്പിച്ച് കയറ്റുന്ന ആൾക്കാരെ കണ്ടെങ്കിൽ അത് സെറ്റായിരിക്കും. പക്ഷെ അല്ലാണ്ട് വേറെ കളിയൊന്നും നടക്കൂല. ടെക്സാസ് വൺ ഡൗൺ ആണോ? ഓക്കെ. മാസ് അടിച്ചു. മാസ് AG അടിച്ചിട്ടുണ്ട്. മാസ് ബേബി. AG വേഴ്സസ് മാസ്. കുറുകുറേ മാസ് ബിൽഡിങ്ങിന്റെ മേലെ ടോപ്പ് പൊസിഷൻ. മാസ് മണ്ടേ കയറി. മാസ് ബേബി. വേറെ ഒരു ടീം എന്താ ടോക്കിയോ മാഞ്ചി ഒരെണ്ണത്തിന് മുകളിലാണ്. പുറത്താള് എല്ലാ റൂഫിലാ. 1 2 3 4 4 പ്ലേയേഴ്സ് ഇവിടെ. ഒരു പ്ലെയർ 5 കുറുപ്പ് 6. ബാക്കി കൂടെ ZNXന്റെ ഒരാൾ വരുന്നുണ്ട്. ഈ പേര് കേൾക്കുമ്പോഴേ എനിക്ക് ആദ്യം ഓർമ്മ വരുന്ന മറ്റേ ഡയലോഗാണ്. കുറുപ്പ് വന്നിട്ടുണ്ടോടാ. എന്തോന്നത് പണിയിട്ട് കേട്ടാ. അമേരിക്ക റൂഫ് AG ഈ സൈഡില്. മാസ് അവിടെ ടോപ്പിലാണ്. മാസ് ഹൈറ്റിൽ ഇരിക്കുന്നത്. TMG അടിച്ചു. TMG അല്ലല്ല, ഞാൻ പറഞ്ഞതാണ് ഈ കുറുപ്പിന്റെ പേര് കാണുമ്പോഴേ മറ്റേ വീഡിയോയിലെ ഡയലോഗ് ഓർമ്മ വരുന്നത്. TMG ഫുൾ ടീം ഈ കോർണറിൽ. കുറുപ്പ് വന്നിട്ടുണ്ട്. മേലെ ഒരാളുടെ ഹൈറ്റിൽ ഒരാൾ. ടെൻസി അവിടെ ഒരാൾ മിക്കവാറും ടെൻസിൽ ഒരാൾ കൂടെ തോന്നുന്നു. മേലെ ഒരു ടെൻസി ഒരാളുടെ ലോഡ് 1 ZNYX അതവിടെ ഹൈഡ്. അതില് ഒരാള് ഉള്ളിലാണോ ഇരിക്കുന്നത്? ഇവിടെ ഒരാള് നമ്മളെ വിട്ട കേസാണ്. ഇത് ഫസ്റ്റ് നല്ല ഹാർഡ് ഷിഫ്റ്റ് ആയിരിക്കും കേട്ടാ. പറഞ്ഞായിരുന്നു ഫസ്റ്റ് സോൺ ഹാർഡ് ഷിഫ്റ്റ് ആയിരിക്കും. നമ്മളെ ആൾക്കാർ ഏത് സൈഡിലാണെന്ന് അറിയാൻ പറ്റില്ല. ഇവരാരെങ്കിലും നോക്കി വെക്കുന്നില്ല. അതിന്റെ മേലെ അവര് മാത്രം നിൽക്കുക. ഇത്രയും വലിയ സോൺ എങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇല്ലല്ല, സോണിന്റെ ടൈം ഇവർ അപ്ഡേറ്റ് ചെയ്യും. പിന്നെ സേതു ഇവരാരെയും ഫേസ് ചെയ്ത് നിൽക്കുന്നതിന്റെ അപ്പുറത്ത് വേറെ ഹോൾഡിംഗ് ആണ്. ഇതിന്റെ ഞാൻ അടുത്ത കലാശക്കൊട്ടി സേതുവിന്റെ ടീമില്ല. ഞാൻ അത് ഉറപ്പിച്ച കാര്യമാണ്. ഇത് തമാശ പറയണല്ല. അടുത്ത ഒരു ഇവന്റ് ഉണ്ടെങ്കിൽ ഞാൻ സേതുവിന്റെ അതായത് ടൈം കണ്ട മിനി ടൈം നെക്സ്റ്റ് സോൺ അല്ലല്ലോ, സോൺ ഔട്ടിന്ന് സോണിൽ കുറച്ചുകൂടെ ചെറുതായി കഴിയുമ്പോൾ ഇവിടെ
സ്നൈപ്പ് ചെയ്യുന്ന സേതു അല്ലേ അത് ഗോഡാണ്. ആ, ഓക്കെ fight ഓക്കെ വരാൻ ഓക്കെ പോകുന്നത്. അത് ഗോഡാണെന്ന്, അത് സേതു അല്ലെന്ന്. ശരിയായ സ്നൈപ്പിംഗ്. 60 സെക്കൻഡ് കഴിഞ്ഞ് കേറാൻ ട്രൈ ഒരു സ്നൈപ്പർ അവർക്ക് രണ്ട് സ്നൈപ്പേഴ്സ് ശരിയായാല് പുറത്തുനിന്ന് ഒരു എവിടെയൊക്കെ വണ്ടി എടുത്ത് പോവാ. എടാ ഇവന്റെ പേരെന്ത് ശരിയായ TX ഗെയിമിംഗ് പോകുന്നുണ്ട്. അല്ല TX അഡ്മിൻ. ഓ അങ്ങനെയല്ലേ കേട്ടത് ശരിയായ TX ഗെയിമിംഗ് എന്ന്. ദുബായ് സോൺ എങ്ങോട്ട് പോയടാ? യു കനോട്ട് ഓപ്പർ ഇൻവെന്ററി കാണുക. Z3 ADR ഒരുത്തല അടിച്ചു. Z3 മീക്കു. TV ആരൊക്കെ വേണം? TV അല്ല സ്റ്റീവ് മാത്രമേ വേണുള്ളൂ. നമ്മള് ഒരു ടീമിനെ വൈപ്പ് ചെയ്തു. സെക്കൻഡില് സോൺ ചെറിയോ 30 പോയിന്റ് കിട്ടി TVക്ക്. 30 പോയിന്റ്സ്. ചെറുതാവല്ല, സോൺ എൻട്രി ടൈം ക്യാൻസൽ ആയി. സോൺ ഉള്ളിലേക്ക് കയറി. എന്റെ പൊന്നെ അളിയാ നോക്കിയേ ചെറുതാക്കി. റെക്ടാംഗിൾ സോൺ വൈഡ് വ്യൂ. സ്റ്റേഡിയം ആണ് സെന്റർ ഓഫ് ദ സോൺ. ഇത് ചെറുതായി കളി തുടങ്ങുന്നതിന് മുന്നേ പറഞ്ഞ സ്റ്റേഡിയം ആണെന്ന്. സ്റ്റേഡിയം ആണ് സോൺ. ഉറപ്പായിരിക്കും സ്റ്റേഡിയം ആയിരിക്കും സോൺ. കാരണം സ്റ്റേഡിയത്തിന് മൾട്ടിപ്പിൾ എൻട്രി ഉണ്ട്. നടുക്ക് ഫൈറ്റ് എടുക്കാം. പിറ്റിങ് വരുന്നത് അങ്ങനെ അവിടെ അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നോക്കുന്നുള്ളടാ. ഓപ്പൺ ഏരിയയില കാണട്ടെ കളി. Z3 ഇവിടെ സ്നൈപ്പ് ചെയ്യുന്നുണ്ട്. Z3 പെർമനന്റ് ബാന്. എടാ ഇത് സേവ് തന്നെയാ. ഇത് വേറെ ആ ഗോഡൻ പറഞ്ഞ ബ്രോ ഔട്ട്പുട്ട് ഒന്ന് ഓഫ് ചെയ്യാം. ഓക്കെ നിർത്തിട്ട് ഇറങ്ങാൻ നിന്റെ സേവനങ്ങൾക്ക് കാര്യം അറിഞ്ഞില്ല. പുള്ളി ആകെ പാനിക്കായ മറ്റേ ഇതാക്കിയിട്ടിരിക്കുകയാണ്. ഗോഡാണെന്ന് ഇവിടെ പറയാനടാ. ആയിരിക്കും. അസീം പേര് മാറ്റിയിട്ട് ടോക്കിയോ മാച്ച്. ടോക്കിയോ മാച്ച് ഏതൊരു പ്രമോഷനാ? ടോക്കിയോ മാച്ചിലാണ്. സോറി പെട്ടെന്ന് പറഞ്ഞപ്പോ സംസാരിച്ചോ ലൈവില് കാണുന്നുണ്ടോ? അടുത്ത POV Z3. പിന്നെയാ നിങ്ങളല്ലല്ലോ സെക്കിയാണ്. എന്നായിരുന്നു നിങ്ങളിപ്പോ പെട്ടെന്ന് രീതിയിൽ ദുബായിൽ സിയോണിന്റെ ഇത് ചെല്ലേ VC ചെന്നിട്ട് പറ മെന്നി. മെന്നി കമന്ററി ഓഡിയോ ഇട്ടു. പക്ഷെ എനിക്ക് ഗെയിം ഓഡിയോ ഇതിൽ കേൾക്കുന്നില്ലല്ലോ. കളി കളിച്ചു വിടും അവസാനം. ആള് പാനിക്കായി മുഖമൊക്കെ നോക്കടേ. പുള്ളി റോക്കറ്റിലൊക്കെ ക്ലിക്ക് പുള്ളി എനിക്കൊന്നുമില്ല. പുള്ളി ഓക്കെയാണ്. ഇല്ല ചില്ലെന്നല്ല. പുള്ളി മറ്റേ സ്പെക്ക് ചെയ്യണതിൽ ആകെ പ്രാന്തായിട്ടാ പുള്ളിക്ക്. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത രീതിയായി. സത്യം 250 രൂപ സ്പെക്ക് ചെയ്യാൻ ആളിയാ. ഞാൻ വോയിസ് ഔട്ട് ഇട്ടോ പുള്ളിക്ക് നോക്ക് കേട്ടാ. എന്താ ചെയ്യേണ്ടത് അറിഞ്ഞൂടാ. എന്തൊക്കെയോ വോയിസ് ഔട്ട് ഇട്ടല്ലോ. ഇട്ടോ ഓക്കെ ഉണ്ട്. അത് ഫുൾ സ്ക്രീൻ ആക്കിയാൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് സൗണ്ട് പറഞ്ഞു ഒന്ന് ഫുൾ സ്ക്രീൻ. Z3 ആണ് നമുക്ക് ഇവിടെ ലാസ്റ്റില് ഫൈറ്റ് എടുത്തിരിക്കുന്ന ADR. സോ ഐ നോ ലോർഡ് ലിങ്കൺ ഫസ്റ്റ് ടൈം ആണ് ലൈക്ക് കുറെ നാൾക്ക് ശേഷം ആണ് നമ്മുടെ കമ്മ്യൂണിറ്റി ബാക്ക് ഓൺ ആയിരിക്കുന്നത്. സോ വളരെ ഷോർട്ട് നോട്ടീസിലാണ് പുള്ളി നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എത്തിയത്. സോ ഗീവ് സം ടൈം ആള് സെറ്റ് ആയിക്കോളും. അതുവരെ നമുക്ക് ബ്രോ ഒന്ന് ഫുൾ സ്ക്രീൻ ആക്കോ. ഫുൾ സ്ക്രീൻ അപ്പുറത്ത് ഒരു പോപ്പ് ഔട്ട് സിമ്പിൾ ഉണ്ടാവും. പിടിച്ചേക്കോ. ഓക്കെ സോൺ അഡ്ജസ്റ്റ് നോക്കുമ്പോൾ സോൺ അഡ്ജസ്റ്റ് ഒക്കെ ഓൾമോസ്റ്റ് ക്ലിയർ ആണ്. മുഴുവൻ അവിടുത്തെ മുഴുവൻ അഡ്മിന്റെ എല്ലാവരുടെയും വീട്ടില് കറണ്ട് പോയാൽ എന്തായാലും നമ്മളെ വിളിക്കത്തില്ല. ഇത് താഴോട്ടാക്കണം. ജസ്റ്റ് എനിക്ക് അറിഞ്ഞുവിടറാ. എനിക്ക് അങ്ങനെ സിയോണിൽ ആരുമായിട്ട് വലിയ പരിചയമൊന്നുമില്ല. ഞാൻ പോയി എങ്ങനെ ഹെൽപ്പ് ചെയ്യാന്ന് പറയാൻ. എനിക്ക് കമന്ററി ഒന്നും പറയാൻ അറിഞ്ഞൂടാ. വീണ്ടും AGA സെയിന്റെ വഴിയിൽ നിന്ന് AGA പവർ ഓപ്പറേറ്റഡ് ആയിരിക്കും. 35 പോയിന്റ് ആണ്. മീൻവെയിൽ ഇവിടെ യുകെയുടെ ഫുൾ ടീം താഴെ നിൽക്കുമ്പോൾ TVയുടെ വെഗീറ്റ, ഗാലക്സ്, ഓസ്കി ആൻഡ് സെറക് ഡാനി ഉണ്ട്. TVയുടെ ഓൾറെഡി ഒരു പ്ലെയർ ഡൗൺ ആണ്.
എടാ ഇപ്പൊ പുള്ളിയല്ല സ്പെക്കാണ്, വേറൊരു പുള്ളിയുടെ ഇതാണ് നമ്മളിപ്പോ കാണുന്നത്. അല്ലടാ ആണ് പുള്ളിയല്ല, പുള്ളി കൈ മാറ്റി വെച്ചിരിക്കുന്ന അളിയാ. അളിയ അതല്ല, ഈ അടിവശം നോക്കടാ. വാട്ട് ഡു യു തിങ്ക്? എന്തിനാ ഡിവിഷൻ? എടാ പുള്ളി ആ അതാണ്, ആ സ്ക്രീൻ ഷെയർ ആണോ ആ പുള്ളി? നിക്ക് ഞാൻ വിളിച്ചു പറയാം. പുള്ളി സ്ക്രീൻ ഷെയർ കണ്ടോണ്ടിരിക്കുക. പോയോ അല്ലേ അടിക്കാൻ പറ്റുന്ന അയൺ ഹൈഡില്ല, അയൺ ഹൈഡ് ഇപ്പൊ സ്ക്രീൻ ഷെയർ ആ പുള്ളിയുടെ ക്വാളിറ്റി പറഞ്ഞാണ്ടോ, വേറെ ആരോ സ്പെക്കാ, പുള്ളിയല്ല ഇപ്പൊ ഇതാണ്. UK ജാക്സൺ ഇവിടെ, മാസ് ബേബി ഇവിടെ, ROG കുട്ടപ്പന എടുത്തിരിക്കുകയാണ്. അതെങ്ങനെ തൊട്ട് താഴെ UK-ലും തൊട്ട് താഴെ ഇരിക്കുക കണ്ടില്ലേ? പുള്ളി ഫുൾ സ്ക്രീൻ ആക്കിയാൽ മാത്രം മതി. അല്ല പുള്ളിക്ക് അല്ല വാട്സ്ആപ്പ് കോൾ എടുക്കാൻ പറ്റില്ല. ഹലോ ഫുൾ സ്ക്രീൻ ആക്കാൻ പറ, ഫുൾ സ്ക്രീൻ. ആ ലോഡ് ലിങ്ക് അവിടെ ഹലോ ലിങ്കൻ ബ്രോ കേക്കോ? പുള്ളിക്ക് വാട്സ്ആപ്പ് കോൾ പറ്റൂലടാ അവിടെ, വാട്സ്ആപ്പ് കോൾ പറ്റൂല, വാട്സ്ആപ്പ് കോൾ ബാൻഡല്ലേ അവിടെ. കമന്റ് ചെയ്താ പോരെ. ഹലോ 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 ഓക്കെ ടിവിയെ വെജിറ്റ് ഓക്കെ ടിവി ബ്രോ മറ്റൊരു സ്പെക്ക് ചെയ്യുന്നതിന്റെ അടിയിലേ ഇവിടെ വിസിയിൽ തന്നെ താഴെ ആരൊക്കെ നിങ്ങളുടെ കൂടെ വിസിയിൽ ഇരിക്കുന്നു എന്നുള്ള സാധനം താഴോട്ട് ഹൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നാം കുറച്ച് മിഡിൽ ലോഡ് ലിങ്കിന്റെ അവിടെ കണ്ടവരാരോ, ലോഡ് ലിങ്കിന്റെ മേലെ ലോഡ് ലിങ്കൻ അങ്ങനെ ഹൈഡ് മെമ്പേഴ്സ്. അതെ ഓക്കെ സെറ്റ് ഓക്കെ സെറ്റ് ഓക്കെ അവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഓൾറെഡി അവരുടെ ഒരു മെൻ ഡൗൺ ആണ്. ഓൾറെഡി യുകെയുടെ ഒരു മെൻ അവിടെ ഡൗൺ ആണ്. ഇപ്പോഴാണ് ഓപ്ഷൻ കിട്ടിയത്. ഓപ്ഷൻ സോ ടിവിയുടെ പ്ലേയേഴ്സ് ഒരു ബിൽഡിംഗ് ഹോൾഡ് ചെയ്യുന്നു. അതിന്റെ താഴെ ടെക്സാസിലെ പ്ലേയേഴ്സ് ഉണ്ട്. മീൻവെൽ മാസ് അവിടെ ഫൈറ്റ് എടുത്തോണ്ടിരിക്കുകയാണ് ഗൈസ്. മാസ് കുറച്ച് അഗ്രസീവ് ആയിട്ടാണ് കളിക്കുന്നത്. സോ ഈ ഗെയിമിൽ നമുക്കറിയാവുന്ന പോലെ കിൽസ് വലിയൊരു ഫാക്ടർ ആയതുകൊണ്ട് തന്നെ എല്ലാ പ്ലേയേഴ്സും മാക്സിമം അഗ്രസീവ് ആയിട്ട് തന്നെ കളിക്കാനാണ് സാധ്യത. മാസ് ഓൾറെഡി ഹൈ ഗ്രൗണ്ട്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. മാസ് കുറുപ്പ്, ആഷ് ബ്രൂട്ടൽ, കാലൻ, മാസ് ബേബി, ഇത്രയും പേരാണ് ഇവിടെ ബിൽഡിംഗ് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആഷ് ബ്രൂട്ടൽ ഗ്രൗണ്ടിലുണ്ട്. നിങ്ങൾ നമുക്ക് ബാക്കിയുള്ള ടീമുകളിലേക്ക് പോവാം. ടീമുകളെ കണ്ടുപിടിക്കുക എന്നത് ഓക്കെ. ബഡ്ജിയില് MCയുടെ ടീം ഇവിടെ ഉണ്ട്. MCയുടെ പ്ലേയേഴ്സ് ഓക്കെ ഇവിടെ ഒരു ബിൽഡിംഗ് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈറൻ ജേഗർ, തണ്ടരാജ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാരും ചത്ത്. ലോട്ടോറസ് മിങ്കുനെ വെഹിക്കിൾ ഫോളോ ചെയ്ത് അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമത്തിൽ ഓടി രക്ഷപ്പെട്ടു സൂയിസൈഡ് ആയി. മറ്റേ പട്ടി ഓടുന്ന കണക്കോടുന്നു ബാക്കിൽ നിന്ന്. ഓ വണ്ടിയൊക്കെ എടുത്ത് കരിച്ചു പോണ്, ചവിട്ടി ആക്സിലേറ്ററൊക്കെ കടിച്ചു പിടിച്ചോണ്ട്. എന്നെ കൊണ്ട് പറ്റണൊക്കെ ഞാൻ ചെയ്തു. ഇനി ഭൂമിക്ക് എന്നെ അർപ്പിക്കുകയാണ്. വെറുതെ മറ്റേ ഇത് സ്ട്രീം എന്തായാലും ക്വാളിറ്റി പോകും. ഞാൻ വണ്ടി കയറ്റാം. ഇത് കിട്ടുന്ന പൊസിഷനാ, ആരും ഓപ്പണില് പുഷ് ചെയ്ത് വരത്തില്ല. നാല് വണ്ടി കൊണ്ട് കുത്തിയിട്ട് ചാടി ഇതിന്റെ മണ്ടല കയറാൻ പറ്റുമോ? ആർക്കറിയാം. ഒരു സ്ട്രീം എന്താ പറയാ, ഒരു കാസ്റ്റിംഗ് പോലും കാണാത്ത ഞാൻ ഇപ്പോഴാണ് കാസ്റ്റിംഗ് എന്താന്ന് പഠിക്കുന്നത്. അപ്പൊ ആള് അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കുന്നേ. അതെ നീ മര്യാദക്ക് അടിച്ച് സർജി അടിച്ച് രണ്ടുപേരും അടിച്ച്. എടാ നീയൊക്കെ ഒന്ന് മിണ്ടായിരിക്കും. സുനിമോനെ ഡ്രീമറെ ഒന്ന് മിണ്ടായിരുന്നു. കളി കാണോ എന്തേലും വേണോ? ഞാൻ രണ്ടെണ്ണത്തിന് നീ പോ. ആർക്കാ നിർബന്ധം? നീ പോ, ഇറങ്ങ് പോ. അടുത്ത വണ്ടി കയറി ലെഫ്റ്റ് റൈറ്റ് പറഞ്ഞു കൊടുത്താൽ മതി. പുള്ളിക്ക് ലെഫ്റ്റിലാണോ റൈറ്റിലാണോ ഫൈറ്റ് നടക്കുന്നത് നോക്കാൻ പറഞ്ഞു കൊടുത്താൽ മതി. ഡിസ്കോഡ് തിരിച്ചിടണോ?
ഫസ്റ്റ് പേഴ്സൺ വ്യൂയിലേക്ക് കിട്ടും, ഓ എന്നിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ക്യാമറ റൂം എല്ലാം കാണാൻ പറ്റും. ഇത് ശരിക്കും ചെയ്യേണ്ടത് 4 അഡ്മിൻ ഓരോ ഏരിയ സ്പെക്ട് ചെയ്തിട്ട് UK ഒരാള് മാറി മാറി TV മാറി versus UK. കൊണ്ടിരിക്കണമായിരുന്നു. എനിക്ക് കറക്റ്റ് ആയിരുന്നു. കമന്റ് വന്നിട്ട് ആ ഒരു വൈകുന്നേരം പുഷിയുണ്ട് കേട്ടോ. ഈ അടി കാണാൻ പറ്റേ ഭൂമിയുടെ അടിയില് ഡൗൺ ആയോ? എല്ലടാ വിടാതെ കളിയടാ, വിടാതെ കളിയടാ. വിഷയം വിഷയം വിടാതെ കളിച്ചാ മതി. മൂന്ന് വീക്ക് കൂടെ അപ്പൊ 35 50 പോയിന്റ് സോൺ പിന്നെ ചെറുതായി എടാ ഞാൻ മൂവ് ചെയ്തോണ്ടിരിക്കണോ? അല്ലല്ലോ മൂവ് ചെയ്തോണ്ടിരിക്കും. സോൺ 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 ആ എഡ്ജസ് കാണിച്ചു തരാവേ. ഇവിടെന്ന് എടാ ഞാൻ വിചാരിച്ചു നമ്മുടെ കൂടെ ആർക്കെങ്കിലും ടീം ഫെയർ പേടിച്ചടാ, സത്യം പറയാം. കാരണം ഞാനും അതാ സത്യം പക്ഷെ നല്ല നന്നായിട്ട് കളിച്ചു. എടാ ഈ UK നമ്മുടെ മറ്റേ UK പിള്ളേരാണോ? അവരാണോ? അല്ലല്ലോ, ഇത് ഇതിനകത്ത് കേറിയില്ലെങ്കിൽ ഇവര് എന്തായാലും മറ്റേ കില്ല് ചെയ്യേണ്ടി വരും. 55 ദാമു. ഓക്കെ ദാമു ഒരു പിക്ക് എടുത്തായിരുന്നു. ഓക്കെ 55 പോയിന്റ് അല്ലേ ടോട്ടൽ? 55 ഇവര് അല്ല നമ്മള് പോയിന്റ് റിവീൽ ചെയ്യണ്ട, വെറുതെ ലാസ്റ്റ് ഇത് ബിൽബോർഡിന്റെ അപ്പുറത്ത് ഇതിന്റെ അപ്പുറത്ത് ആൾക്കാർ എന്തെങ്കിലും ഉണ്ടാവും. എടാ പോയിന്റ് ഇത് ചെയ്യണ്ടെന്ന് പറയട്ടെ. അതിപ്പോ എല്ലാവർക്കും അറിയാം 55 പോയിന്റ് ആയെന്ന്. ഇപ്പൊ അവര് തന്നെ കൂട്ടി പറയണത്. അല്ലല്ല ഇനി അത് പറയണ പറ, അല്ലെങ്കിൽ ഓരോരുത്തന്മാര് അറിയാല്ല. ജോഡക്സ് ആരെ ഫൈറ്റ് ചെയ്യുന്നത്? ജോഡക്സ് എടുക്കുന്നത് സ്നൈപ്പ് ചെയ്യാ. ജോഡക്സ് ടെക്സസ് അങ്ങറ്റത്തുനിന്ന് ഈസി ആയിട്ട് സ്നൈപ്പ് ചെയ്യണം നോക്കിയേ. ഈസി ആയിട്ട് മാറാൻ പറ്റും. നമ്മളെ സ്നൈപ്പാണ് പേടിക്കാനുള്ളത്. സ്റ്റീവിന് ഇങ്ങനത്തെ ഇവന്റ്സ് വരുമ്പോ എന്തോ വലിയ കഷ്ടകാലമാണ്. അവന് ഒന്നെങ്കിൽ ടീം ഫയർ ചാവും, അല്ലെ ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കും സ്റ്റീവിന്. ഇങ്ങനത്തെ ഇവന്റ് അവന് ഭയങ്കര കഷ്ടകാലമാണ്. അവരെന്തായാലും മറന്ന മാച്ചാണ് അടിച്ചിടുന്നുണ്ട് കളിച്ചത്. ഏതോ ഒരുത്തൻ കില്ല് കിട്ടിയെന്ന് പറഞ്ഞ ഇയാളെ അടിച്ചിട്ട് ചത്താരല്ലേ ഇവിടെ ഉണ്ട്. അങ്ങനല്ല, അവന്റെ അവസ്ഥ പറഞ്ഞ അവൻ ഇങ്ങനത്തെ ഒരു അൺലക്കുണ്ട്. അവന് ഭയങ്കര അൺലക്കുണ്ട്. അതാണ് പറഞ്ഞത്. അവൻ അൺലക്ക് ആയതാണ്, അൺലക്കി ആയതാണ്. ഭയങ്കര സോണോട്ടിലുള്ളവരെല്ലാരും കൊന്നളഞ്ഞാട്ടോ. ലാസ്റ്റ് സ്റ്റീവ് അടിച്ച് ജയിപ്പിച്ച. അതെല്ലാം ഞാൻ പറഞ്ഞേ. കുറെ നാൾക്ക് ശേഷം അവൻ അവസാനം വരെ നിന്നത് അതാണെന്ന്. അവന് ചില ദിവസം ഏറ്റവും നന്നാമത്തെ പെർഫോമൻസ് വൈസസിൽ ഏറ്റവും നമ്മുടെ ടോപ്പിൽ നിൽക്കുന്ന പ്ലെയർ, വൺ ഓഫ് ദ പ്ലെയർ അവൻ തന്നെയാണ്. അപ്പൊ അവന് ഇങ്ങനത്തെ ഒരു കൊറേ കളികളിൽ ഇങ്ങനത്തെ അൺലക്കി വരും. ഭയങ്കര ഇതിന്റെ ഇത് മറ്റേ ഫസ്റ്റ് പൂളില്ലേ, പൂൾ നോക്കൌട്ട്സില് അവ ഒറ്റയ്ക്ക് ലാസ്റ്റ് അടിച്ചിട്ട് അതേ കണ്ടല്ലോ നമ്മൾ കണ്ടില്ല മാച്ച്. അതിനാണ് കൊറേ നാൾക്ക് ശേഷം അവന് വേറെ ഒന്നും പറ്റാതെ കളിക്കാൻ. സോളക്സിനാ നല്ലൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. ഞാൻ പോയി 4 കമന്റ് പറഞ്ഞാലേ. ലെറ്റ്സ് ഗോ പപ്പടം നാമോ. ബ്രിഡ്ജിൽ പോകുന്ന ടീം ഏതാ? ടിവി വേഴ്സസ് സോളക്സ്. ഇത് ടിവിയാണ്. ഇതിന്റെ അടിയിൽ ടെക്സസ് ഉണ്ട്. ബ്രിഡ്ജിൽ നിന്ന് അടിക്കണ, വണ്ടി നിർത്തിയൊക്കെ അടിക്കണ, ഇവര് പബ്ജി കളിക്കണ. സോളക്സും സത്യം ഇവിടെ ആരോ പ്ലെയർ ഉണ്ടല്ലോ, അതിന്റെ ഇടയിൽ സ്നൈപ്പ് ചെയ്യുന്നത് സോളക്സ്. വേറെ ടാസ്ക് ആണ്. ചിലപ്പോ അടിക്കുന്ന ഫയർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നൈപ്പിങ്. സ്നൈപ്പർ മോഗി അപ്പുറത്തെ സൈഡിൽ. അല്ല ഈ സോളക്സിലെ ഒരുത്തൻ ഹീൽ എടുത്തു. കണ്ടോ ബ്ലഡ് കിടപ്പുണ്ട് താഴെ. ഇവിടെ
അവിടെ ഒരുത്തൻ ദാമാണ് സ്നൈപ്പ് ചെയ്യുന്നത്. ഒന്ന് ദാമ് റീഫ്രസ്കിനോ ഹീലും എടുത്ത് അവിടെ രണ്ടുപേര് ഗാലക്സി വെജിറ്റ. എടാ എവരി ഇല്ലടാ എവരി പാലെടുത്തടാ. ബാക്ക് മാത്രം ക്ലിയർ ചെയ്താ പോരെടാ. ബാക്ക് മാത്രം, ബാക്കിൽ വേറെ ആളില്ലല്ലോ. 3 പേര് ബ്രിഡ്ജിലുണ്ടോ? 5 പേരുണ്ടോ? 5 പേര്, 2 പേര് വെഹിക്കിൾസ് ആയിട്ട് ഇവര് ബ്രിഡ്ജ് ഹോൾഡ് ചെയ്യണം. എനിക്ക് അങ്ങനെ തോന്നുന്നു. സരക്കും അവനും വണ്ടിയായിട്ട് ബ്രിഡ്ജ് ഹോൾഡ് ചെയ്യുക. അവിടെ ബാക്കിൽ നിന്ന് ആര് വരില്ല. ബാക്ക് സോണ വേണ്ട. ബാക്ക് സോൺ ഔട്ട് ആയത്. ഓ സോൺ ഔട്ട് ആയിട്ട് പബ്ജി കളിക്കണം. 2 പേര് ഇവിടെ. ഇവിടെ തന്നെ നമ്മൾ കണ്ട് ആ സൈഡിൽ 2 പേര് ഗാർഡ് ചെയ്യുന്നത്. അവിടെ 2. അപ്പൊ 4 ഈ സൈഡിൽ ഒരാളും കൂടെ വേണ്ട. അപ്പൊ സ്നൈപ്പിംഗ് അവിടെ ഇവിടെ ആയതുകൊണ്ട് ഇതിന്റെ അകത്ത് ഈ ഏരിയയിൽ കുറെ പേരുണ്ട്. ഈ മാപ്പ് ഒന്നുകൂടെ ചെറുതായ കുറച്ചുകൂടെ ഇന്റൻസ് ഓടിക്കാനുള്ള സമയമില്ല. ഇത്രയും വലുതായോണ്ട് നമുക്ക് കാണാൻ ഭയങ്കര പാടാണ്. അത് കുറച്ച് മിസ്യൂസ് ചെയ്താണ് ആ സാധനം. ZX ഒക്കെ ZX 2 പേര് 2 TMG അടുത്ത് ഹോൾഡ് ചെയ്യാൻ എവിടെ ഒരു മഴ പെയ്ത് തോന്നുപോലെ എന്തോ ഒരു സൗണ്ട് നിന്നില്ലേ ഇപ്പൊ? വീണ്ടും വന്ന് അതാ അതിന്റെ അല്ലടാ ഇങ്ങനെ കൂളർ എന്തോ SMG 1 2 3 4 ഇവരൊരു കാറിനകത്തായിരിക്കുന്നേ. ഗെയിമിലെ മറ്റേ ഇലക്ട്രിക് കാറിലാണ്. ആരെ എടുക്കുന്നത്? ശരിയായി ഈ സൈഡിലാണോ? ഈ സൈഡിൽ ആ റോട്ടിലിതേ. ശരിയാ ശരിയായ 1 2 3 വണ്ടി. ഫ്രണ്ടിൽ പോയി. എടാ ഈ ലൊക്കേഷൻ എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടല്ലോ. ആ ലൊക്കേഷൻ എന്തോ ഒരു സോണിലപ്പോ ഇവിടെ വരുന്നാണ് എല്ലാരും പറയണേ. സോണ് തീരുന്നവരെ ഇതുണ്ടല്ലോ. എല്ലാരും കളിയാൻ പഠിച്ചു. നമ്മുടെ ടീമിനെ സംബന്ധിച്ച് നമുക്കിപ്പോ ഓൾമോസ്റ്റ് ഒരു ഫൈറ്റ് എടുത്ത് നമുക്ക് കുറച്ച് എല്ലാരും കൊന്ന് തീർന്നിട്ട് അവസാനം ഞാൻ നോക്കിക്കോളാം. ഒന്നെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഈ ഫൈറ്റ് എടുത്ത് കുറെ പോയിന്റ് സെക്യൂർ ചെയ്യണം, അല്ലെങ്കിൽ ഈ ലാസ്റ്റ് സർവേ വരെ ചെയ്യുന്നത് എനിക്ക് നല്ല ഒരു ഇതായിട്ട് തോന്നുന്നില്ല. ഇവിടെ എങ്ങനെ എത്തുമല്ലേ ഇവിടെ വരെ ഇത്രയും പേരെ എല്ലാവർക്കും ഒരാളെ മാത്രം സർവൈവ് ചെയ്യാൻ കളിപ്പിക്കണം പോയിന്റ്. എടാ ഇല്ല, അങ്ങനെ സർവേ ആയിട്ട് കാര്യമില്ലടാ. പടപട അടിയിട്ടോടാ ലാസ്റ്റ്. അങ്ങനെ സർവേ ആയിട്ട് കാര്യമില്ല. ഇത് സെക്യൂർ ചെയ്ത് വെക്കണം, നല്ലതായിരിക്കും കേട്ടാ. സരക്കിന് എന്തായാലും ഒരു പ്ലാൻ ഉണ്ടാവും, അവനുണ്ടാവും. അതനുസരിച്ച് അവൻ കളിപ്പിക്കുള്ളൂ. അവൻ എന്തായാലും ഒരു പ്ലാൻ ഉണ്ടാവും, അതനുസരിച്ച് കളിക്കട്ടെ അവൻ എന്തായാലും. നോക്കാം. ഇവിടെ ആരും അടിക്കുന്നു. ജോഡെക്സ് അവൻ ഒറ്റക്കാണ് വരുന്നത്. അപ്പുറത്തോടെ പോകുന്നു. അവന്റെ സ്പീഡ് ആലോചിച്ച് നോക്കുന്നു. ഒരു വലിയ റോഡ് നേരെ പൊക്കോണ്ടിരിക്കണേ. എവിടെ പോകും? വണ്ടി ഓടിച്ച് പോണ വഴിക്കല അടിയും. എവിടെ പോയാലും ജംഗ്ഷൻ എത്തി ചാടിച്ചിട്ടോ. ദുബായ് കണ്ടു ഞാൻ ഇറങ്ങി വരെ വീട്ടിൽ നിന്ന്. ഇവരകത്ത് കയറിയിരിക്കുകയാണ്. അതിന്റെ അകത്താ പേടിച്ച്. എല്ലാരും ആ ഒരു കയറാനുള്ള മൈൻഡാണ് ഇപ്പൊ. എടാ എല്ലാരും അവസാനം എനിക്ക് തോന്നാം ഇതില് ഭൂരിഭാഗം ടീം വിചാരിക്കണം പറഞ്ഞാൽ ലാസ്റ്റ് അടിച്ച് ഫൈറ്റ് എടുത്ത് പിക്ക് എടുക്കാന്നാണ്. ദുബായ് ട്രിപ്പ് മോഡൽ ടീംമേറ്റ്സിന് ഞാൻ ഇവിടെ എങ്ങനെ പറഞ്ഞു കൊടുക്കും? സത്യം. ഷോർട്ട് റേഞ്ച് അടിയൊന്നും വരുന്നില്ലല്ലോ. പോയല്ലോ. നീ നോക്കടാ അവന്മാരെ POVന്ന്. വലിയ കണ്ടാണ് ഫ്രണ്ടിൽ കിടക്കണത്. ഒരു വണ്ടി ഇതാ നിക്കുന്നത്.
ആ ഇവര് ഓഫ് റോഡിലാണ്. ഒന്ന് MC തണ്ടർ രാജയുടെ കോതം അവിടെ ഈ വണ്ടി ഡൗൺ ആയി സംസാരിച്ചില്ലെങ്കിൽ ഈ VC എടുത്ത് നിന്നെ കളയും. ഞാൻ ഇച്ചിരി ഫാമിലി ഫ്രണ്ട്ലി സ്ട്രീം ആയതുകൊണ്ട് ഇവിടെ ടിവിയിലൊക്കെ കാണുന്ന ആൾക്കാരുണ്ട്. ദയവേത് ഇങ്ങനെ അസഭ്യമായ വാക്കുകൾ ഇവിടെ ഉപയോഗിക്കരുത് പ്ലീസ്. ക്ഷമിക്കണം. മേലെ തന്നെയാണ് സ്റ്റാർട്ട് മുതലേ. പിന്നെ ഇവിടെ ആരുമില്ലല്ലോ. എവിടെ ആറാണ് അവിടെ പോയി ഫൈറ്റ് എടുക്കാൻ തീരുമാനിച്ച് ഞാൻ ടിവി നല്ല ബെല്ലാരി രണ്ടുപേരും അടിച്ചിട്ട് കൊള്ളാം മക്കളെ. വില്ലി റായ് MC ബെല്ലാരി വേഴ്സസ് MC. നേരെ അവര് ചെന്ന് വെട്ടത് വെള്ളാരിയുടെ ഫ്രണ്ടിലാട്ടാ. TXS വീണ്, ടെക്സസ് വീണ്, കുറുമ്പി വീണ്. കുറുമ്പത്തി ചുന്ദരി നീ ചൂളമിടാൻ പോര്. ഇവര് 6 പേരുണ്ടെന്നു ബാക്കി. അല്ല 5 പേര്. ഇവര് 5 പേരല്ലോ. 5 പേര് ബാക്കി. 5 പേര് ഉണ്ടോ? ഇവിടെ ഈ മാപ്പ് ഒറിജിനൽ സിറ്റിയിൽ കാണോ? ഇല്ല ഒറിജിനൽ സിറ്റിയിൽ ഇല്ലടാ. അതിന്റെ ഇടയിൽ ഓരോരുത്തരും ഷെൽബി അലീന MC അടിച്ചിട്ട് ഇവിടെ നല്ല അടി നടക്കുന്നത്. ഞാൻ പറഞ്ഞ കണ്ട ഇവിടെ നല്ല പ്രശ്നം പറഞ്ഞില്ലേ? അവനൊന്ന് കെട്ടിട്ട് ആക്റ്റീവ് അല്ലാത്തോണ്ട് അലീനയൊക്കെ പോയെന്ന് തോന്നുന്നു കേട്ടാ. നീ ഇങ്ങനെ ബാന് മേടിച്ചിരിക്കുന്നേ ഷെൽബിയിൽ കയറിയ അലീനയൊക്കെ. നീ അങ്ങനെ ഇരുന്നോ? രണ്ട് സൈഡിൽ കൂടെ അടി MC. 2 ബിൽഡിംഗ് എടുത്തപ്പോ കഷ്ടം എന്തായാലും കമ്മാരന്റെ ഒന്നും കൂടെ പോയില്ലല്ലോ ചന്ദ്ര. സാധനം എത്തുമ്പോണ്ടല്ലോ ഏറ്റവും അവസാനത്തെ സോണിലേക്ക് വരുമ്പോഴാണ് ശബ്ദം തലച്ച് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പുഷ് ചെയ്ത് ശബ്ദം തലച്ച് പിന്നെയാണെന്റെ ബോഡി എടുത്ത് കുളിച്ചിട്ടാണ് അതാണ് ഞാൻ കമ്മാരനൊക്കെ അടിച്ചോണ്ട് പോയത് മെന്നിയുടെ ഗേൾഫ്രണ്ട്. ലോങ് ഡിസ്റ്റൻസ് മെന്നിയുടെ റിയൽ ലൈഫ് കല്യാണത്തിൽ തിരക്കായി പോയി. ആ ഗ്യാപ്പിലാണ് റിയൽ ലൈഫ് കല്യാണത്തിന്റെ ഗ്യാപ്പിൽ കൊണ്ട് ഒരാഴ്ച നടത്താൻ വെച്ചിരുന്ന റിയൽ ലൈഫിലെ കല്യാണം കഴിഞ്ഞിട്ട് ഇൻ ഗെയിമിൽ നടത്താൻ വെച്ചിരുന്നായിരുന്നു. ഇതുകൊണ്ടാണ് എന്റെ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ എലി ഏൽപ്പിച്ചത്. മനസ്സിലായത്? അവക്ക് സിറ്റി കയറാൻ സമയമില്ലായിരുന്നു. എടാ മറ്റേ കൊച്ചിന്റെ പേരെന്തായിരുന്നു? ഞാൻ മറന്നുപോയി. എന്തിനായിരുന്നു പേര്? ബാബു. പേരെന്തായിരുന്നു? അല്ലല്ല എടാ മറ്റേ മെന്നിയന്റെ പേരെന്തായിരുന്നു? മെന്നിയണ്ണന്റെ പേര് മെനറ്റാംസ് ഗെയിമിംഗ്. അത് ഏറ്റവും അവസാനം നമ്മൾ ഈ സ്വന്തം കല്യാണത്തിന് ദിവസം കൂടുതൽ പ്രിപ്പറേഷൻ എടുത്ത സിറ്റിയിലാണ് മെന്നിയണ്ണ. കല്യാണത്തോട് അടുപ്പിച്ച് സിറ്റിയിൽ അങ്ങ് ഇറങ്ങാൻ മനസ്സില്ല. നമ്മള് പറയും മെന്നിയണ്ണ ഞങ്ങളെ കൊല്ലും. മനസ്സിലായി ഒരു വാലറന്റിലായിരുന്നു. ഞാൻ സ്റ്റേഡിയത്തിലാരുണ്ടോ? ഒരുത്തനെ കൊന്നെ ടെക്സാസ് എനിക്ക് മറ്റേ ഇതറിഞ്ഞിട്ട് അതായത് സെന്ററിലേക്ക് വരും പറഞ്ഞിട്ട് സ്റ്റേഡിയത്തിൽ കയറി നല്ല ഇതാണ് കേട്ടോ. പൊസിഷൻ കേട്ടോ അത്. ഇതെങ്ങനെ എവരുടെ ഒന്നല്ലേ സ്റ്റേഡിയത്തിന് 4 എൻട്രൻസ് ഉണ്ടല്ലോ. ഇപ്പൊ പറഞ്ഞു 2 എൻട്രൻസ്. 2 എൻട്രൻസ് പിന്നെ ഒറ്റ എൻട്രൻസ് ജയിച്ച് ദുബായ് സിംഗിൾ എൻട്രൻസ്. പക്ഷെ അവിടെ ഉറപ്പില്ല. അവിടെ വരണമെന്നില്ല. പക്ഷെ പറയട്ടെ, ഈ സ്റ്റേഡിയത്തിനകത്ത് വാങ്ങിയിരിക്കണവർക്ക് നല്ല പോയിന്റ് ഇല്ലെങ്കിലാണ് സീന്. അത് വേറെ സീനാണ്. ലാസ്റ്റ് മിനിറ്റ് വേറെ ആരെങ്കിലും വന്ന് അടിച്ചാൽ തീർന്നു കേട്ടാ. അല്ലെങ്കിൽ നല്ല പോയിന്റ് ഉള്ള ആള് വെളിയിൽ ഹോൾഡ് ചെയ്താലും വളരെ ക്ലോസ് ഫൈറ്റ് ആണ്. ഓ യാ
ഓ എന്റെ അമ്മ ഇവരപ്പുറം ഇപ്പുറത്ത് നിന്നിട്ട് അടിയാ. ഓ ഇത് അത് KTM നമ്മുടെ ന്റെ ടീമാണല്ലേ? പിള്ളേരാണ് hold ചെയ്യുന്നത്. ബെല്ലാരിയാണോ സ്റ്റേഡിയം ഹോൾഡ് ചെയ്യുന്നത്? ഇതിന്റെ ഉള്ളിൽ കൂടെ ഫയർ ചെയ്യാൻ പറ്റില്ല അല്ലേ? എക്സാസ് അല്ലേ നമ്മളിപ്പോ കണ്ടത്? SRR ഇറങ്ങി. അതന്നെ ഓ, ഓ. ബെല്ലാരിയുടെ SRR പോയി. ഓ, നമുക്ക് എന്ത് ചോദിക്കാനാ? ബെല്ലാരിയാണോ? കൗണ്ട് ഡൗൺ. കുഴപ്പമില്ല കുഴപ്പമില്ല അത് കുഴപ്പമില്ല. ഞങ്ങൾ അടുത്ത് മാത്രമേ പോക്കുള്ളൂ. ഒരു തവണ പറ്റിയെങ്കിൽ ഞങ്ങൾ ഇനി ചെയ്യും. ടെക്സാസ് അല്ലേ? ടെക്സസ് കൊണ്ടുപോകുന്നില്ല. അതാ രണ്ടുപേരും വാസവണ്ണന്റെ സ്വന്തം ലൂക്ക് ആന്റണി അവന്റെ പേര്. അല്ലല്ല. എടാ അവനെ മറ്റേ ലൂക്ക് ആന്റണി അവൻ വീണ് SRR അടിച്ച് മറ്റേ എന്റെ അപരൻ ഓക്കെ സോറി. അവന്റെ പേരിട്ടേക്കുന്നുണ്ട വാസുവണ്ണന്റെ സ്വന്തം ലൂക്ക് ആന്റണി RX വാസുവണ്ണന്റെ സ്വന്തം ലൂക്ക് ആന്റണി. ഇവിടെ കൊള്ളാൻ ഒരു റൈമിംഗ് ഉണ്ട്. ഓ എടാ അത് ബെല്ലാരിയായിരുന്നില്ല അവിടെ നിന്നത്. ഞാൻ ടെക്സാസ് എന്നാണ് അവര് പറഞ്ഞു കേട്ടത്. പക്ഷെ അഡ്മിൻസ് TV TV ഓസ്കി ചന്ദ്ര മറ്റേ ഫസ്റ്റ് വേറെ ആരാ? ഇവര് ഓക്കെ. അവനിപ്പോ ചത്ത് വീണിട്ട് പറയായിരിക്കും ഞാൻ എനിക്കിത് സംഭവിച്ചത്. അവനിപ്പോ മനസ്സിൽ എന്നെ തള്ളക്കി വിളിക്കുമായിരിക്കും. ഈ ടീച്ചർ ഞാൻ വെച്ച ടെക്സാസ് ആയിരിക്കും. KG-ല് 2 ഇപ്പുറത്ത് TV ഉണ്ട്. ആ TV ഒരു കോംബോ എടുത്ത്. ഇപ്പൊ എന്തൊരു വയസ്സ്? ഓ ഇത്രയല്ലേ? ഒന്നുകൂടെ ചെറുതായിട്ട് സെറ്റ് ആവും. ഇനി സ്ലോ പേസ് കളിക്കാനായിരിക്കും സരക്കണന്റെ പ്ലാൻ. അടുത്ത സോണൊക്കെ സെന്റർ ആവാണ്ട് കുറച്ച് ലെഫ്റ്റോട്ടായിണ്ടാവും. അതേ പറഞ്ഞ സോണൊക്കെ ചെറുതായി വരുമ്പോഴത്തേക്ക് എല്ലാരെയും ഇവർക്ക് പെട്ടെന്ന് സ്പെക്ക് ചെയ്യാൻ പറ്റും കേട്ടാ. ഇവിടെ മറ്റേ ഒരു ടെൻസി TV-ൽ ആരും ഡൗൺ ആണ്. ഞാനിപ്പോ ലൈവ് കാണുന്നത്. ഒരാള് ഡൗൺ ആയി. സ്റ്റീവ് മാത്രം. ഫാൽക്കൺ വീണ്. TXS ഫാൽക്കൺ വീണ്. ടെക്സാസിൽ അടുത്ത ആള് വീണ്. ഇല്ല സോണ ചത്തർന്ന് വെറുതെ. ട്രിപ്പിൾ എക്സ് കൈ കൊണ്ടിടിച്ച് വേറെ ആരെ കൊന്നതാ. സോണോട്ടി ചത്താ. അല്ല ശരിയായ ക്രിസ്റ്റോ. ശരിയായ ടെക്സസ് ഓജി ജമാലിനെ ഇവിടെ അടിയണ്ട. അതെ ഇതുണ്ടോ സീൻ? ഇവർ രണ്ടുപേരും മാത്രമല്ല, അപ്പുറത്തെ ടീമേഴ്സ് ഒന്നും കാണില്ല. ചുമ്മാ TX എടുത്തിട്ട് ഷെൽബി അടിച്ചു. സിയോൺ സിറ്റി വിടാൻ പോവാണോ? അതെ, കലാശ കൊണ്ടുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം. എന്തേ വേണം നിനക്ക്? ചില നല്ലൊരു പരിപാടി നടക്കുന്നു, അത് കാണണ്ട. ഓ ഇവിടെ ഒരു ഷെൽബി കൂടെ ഉണ്ട്. ഓ ഇല്ല എത്ര സോണോട്ട് തീർന്നു നോക്ക്. 8 പേര് സോണോട്ടി തീർന്നു. അത് ഏതൊക്കെ ഗ്യാങ്ങിലുള്ള തീർന്ന? സരക്കിരിക്കുന്ന സരക്ക് ഓക്സി, TV ഓസ്കി, ഒരാള് ഡൗൺ ആണെന്ന് തോന്നുന്നു. സ്റ്റീവ് ഡൗൺ ആ. CM ഇതിന്റെ മേലെ തന്നെയാണല്ലോ തുടങ്ങിയത് മുതൽ. ഇതിന്റെ TV എവിടെ? CM അല്ല നേരത്തെ മറ്റൊരു ഇടയിൽ പെട്ട കേസ്. അതിന്റെ ഇടയിലുണ്ട്. ഓ ഇവിടെ അറിയത്തില്ല ബ്രോ, എല്ലാം ആണെന്ന് തോന്നുന്നു. ഇത് RD3 വേറെ ടീം. അത് രണ്ടാ സിറ്റി റീസെറ്റ് ആവും. ടീം എത്ര ബാലൻസ് ഉണ്ടെന്ന് കാണാൻ പറ്റില്ല. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എത്ര പേരുണ്ടെന്ന് കാണാൻ പറ്റും. അതല്ലാണ്ട് വഴിയില്ല. പൈസ ഒക്കെ പോകുന്ന എനിക്ക് അറിഞ്ഞൂടാ. എന്നുള്ളത് മാത്രം അറിയാം. VV 1 2 VV ഫുൾ ടീം. അതിന്റെ തൊട്ടിപ്പുറത്ത് എല്ലാം ഓരോരോ വീടിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ട് ഇരിക്കുക. ഇല്ല, ഇത് സോണ് കുറച്ചുകൂടെ ചെറുതാവുന്ന വരെ എല്ലാരും കുറച്ചൊന്ന് റിലാക്സ് ചെയ്തിരിക്കും. റിലാക്സ് ചെയ്യുന്നത് ഇത് ഒരു 2 സോണോടെ കഴിഞ്ഞ 2 സോണോടെ കഴിഞ്ഞ അതിന്റെ ഉള്ളിലെല്ലാം ഷെൽബി ടോബി അവനെ എടുത്തോട്ടോ ഷെൽബി. മറ്റേ ഇവിടെ ഒരു ടിവിയുടെ തൊട്ടടുത്ത് കോമ്പൗണ്ട് എടുത്തിക്കോ. 2 സൈഡ് 3 സൈഡ് അപ്പുറത്തും അടിച്ച് കണ്ടോ. അത്യാവശ്യം നല്ല പ്രശ്നം. ഷെൽബി ഇനി ആൾക്കാരുണ്ടോ? ഷെൽബിയിലുണ്ട്.
വണ്ടിയുടെ ഫ്യൂല് അതൊന്നും സീനില്ലല്ലോ. 2x പ്ലേ ആയിട്ട് അത് പോസ് ആവുമ്പോ ആ സെയിം ആയിട്ട് തന്നെയല്ലേ എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നില്ല. ഷെൽബി കറങ്ങാൻ പോവാ. ഇത് സോണാണ് എന്നൊന്ന് പറയൂ സെയിൻ മാലിക്. 1.2 അളിയാ സത്യം അവര് കാണരുത്, ഫുള്ള് ബിൽഡിംഗ് അല്ലേ. കണ്ടൂടാട്ടാ ബാബു അവരെ POV ആലോചിച്ചു, അവർ കാണാൻ പറ്റില്ല അകത്തിക്കണമാർക്ക്, കാണാൻ പറ്റത്തില്ല. ഓ അങ്ങനെ കൊറേ പേര് പോയി. അല്ല ഞാൻ മാപ്പ് ഓപ്പൺ കളിയാൻ തോന്നുന്നു അവരുടെ ഇമോജി കണ്ടില്ല. അത് ശോകമാണ്. നമ്മുടെ POV GTA കസ്റ്റം ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. അല്ല ഇതില് ഡ്രോൺ ഇല്ലേ? ഡ്രോണസ് അറിയാനേ പറ്റത്തുള്ളൂ. ഡ്രോണസ് അറിയാൻ പറ്റും. ആ പറ്റൂടെ ഡ്രോണസ് അറിയാൻ പറ്റും. അവര് അടിച്ചാ അതെങ്ങനെ ZX ആണല്ലോ. Z3 തീർന്നു കേട്ടാ. Z3 ഏത് ഗ്യാങ് ആണ്? പക്ഷെ ഒരുപാട് മാസിന്റെ ശരിയായ പറഞ്ഞ ടീം ഫുൾ ഉണ്ട്. പക്ഷെ സ്റ്റേഡിയത്തിലേക്ക് മാസിന്റെ മൂന്നോ ഉണ്ടെന്ന് തോന്നുന്നു. അല്ലല്ല രണ്ടെണ്ണം അവരുടെ മൊത്തം 3 ലൈനപ്പാ ക്വാളിഫൈ ആയത്. ശരിയായ Z3 പിന്നെ മാസും, അത് 3 ആയിരുന്നു അവരുടെ എണ്ണം. അതിലൊരെണ്ണം പോയി. ഇനി 2 ഉണ്ട്. ഇനി 3 ഉണ്ടോ? ഇനി 2 ഉണ്ട്. അല്ല ഇനി 3 ഉണ്ടെന്ന് പറയണവര്. അല്ലല്ല മൊത്തം 3 ടീമാണ് ഇറങ്ങിയത്. അതിൽ ഒരു ടീം വൈപ്പായി. ഇനി 2 ടീമും. ഇനി 2 അല്ലേ? ഒരാൾ വൈപ്പായി. ഇനി 2 ടോട്ടൽ 3. അതാ ഞാനും പറഞ്ഞേ. ഇനി 2 ഉണ്ട്. വൈപ്പാണോ? ഇനി ശരിയായ മാസം ഉണ്ട്. അവസാനം ഇപ്പൊ പെയിൻ അടിച്ചതാണ് ലാസ്റ്റ്. എന്നാലും ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു ലൈനപ്പ് ചന്ദ്രന്റെ ലൈനപ്പിൽ ഒരു അവസരം കൊടുക്കായിരുന്നു അല്ലേ? ഇത്രയും ചന്ദ്രന്റെ ഐജിയലിങ്ങും ശരിക്കും എടുത്തു. അവിടെ ഇത് കയറി സ്റ്റേഡിയം പുഷ് ചെയ്തപ്പോ സ്റ്റേഡിയം പുഷ് ചെയ്തപ്പോ ഇല്ലല്ലോ അമ്മാരെ ഹോൾഡ് ചെയ്ത് നിൽക്കുമല്ലേ? അല്ലല്ല ഡാർക്ക് ഗോഡ് വീണോ, സെയ്ഡൻ വീണോ? ഇവിടെ ഒന്നും നോക്കണ്ട അമ്മർക്ക്. എന്തോ നോക്കണം? സദാശിവൻ കേറാ വല്ല ലൂപ്പോളുണ്ടോ? അവർക്ക് കവറാക്കാൻ പറ്റിയില്ല. വലിയ മാപ്പ് ആയതുകൊണ്ടുള്ള പ്രശ്നമാണാ അത്. കുറച്ചുകൂടെ കഴിയുമ്പോ ഫൈറ്റ് ഒക്കെ കാണാൻ പറ്റും. ഇത്രയും വലിയ മാപ്പല്ലേ? വണ്ടി പിടിച്ചോ നല്ല കിടിലും പൊസിഷൻ. പക്ഷെ ഇതെങ്ങനെ ഒന്നും നോക്കണ്ട. സ്റ്റേഡിയം ഇറങ്ങല ഒരു വഴിയില്ല. സ്റ്റേഡിയം ആണ് സോണ നോയിക്കോ. ഇവിടെ എത്തിട്ടോ ഇത്ര എത്തി. സ്റ്റേഡിയത്തിന് ഒരു 3-4 എൻട്രി വേണമായിരുന്നല്ലേ? ഭയങ്കര രസമായിരുന്നു. സത്യം 3-4 എൻട്രി വേണമായിരുന്നു. അല്ലടാ അവിടെ വരണം. എടാ അവിടെ ആണ് നിർബന്ധമൊന്നുമില്ല. ഫൈനൽ സോൺ അവിടെ വരണം നിർബന്ധമൊന്നുമില്ല. അല്ല ഫൈനൽ സോൺ ആണെങ്കിൽ കൊണ്ടായിട്ട കാര്യമുള്ളൂ. അവിടുന്ന് ഇങ്ങോട്ടാണോ അടിക്കുന്നത്? SMG versus ഷെൽബി. സോൺ ചേഞ്ച് ഇൻ 1 മിനിറ്റ്. ഇത്ര ഡിസ്റ്റൻസ് നമ്മുടെ വണ്ടി ഇല്ലെന്ന് തോന്നാട്ടോ. ഇനി ബ്ലാക്ക് ബിൽഡിംഗ് SMG, ഇവിടുന്ന് അങ്ങോട്ട് ഷെൽബി. അതെന്താ RPയിൽ ഈ മാപ്പ് കിട്ടാത്ത ബ്രോ? ഇത്രയും വലിയ മാപ്പൊക്കെ RPയിൽ കയറ്റി കഴിഞ്ഞാൽ നല്ല ആയിരിക്കും. ചെറുതാവട്ടെ, ചെറുതാവട്ടെ. അവരടിക്കുന്നുണ്ട് കേട്ടോ SMG അങ്ങോട്ട്. അത് മാത്രമല്ല ഈ മാപ്പാണ് റിസ്ക് ഇരിക്കുന്നത്. നമുക്ക് നല്ലൊരു പൊസിഷൻ കിട്ടിയില്ലെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞാൽ പിന്നെ സ്നൈപ്പറിന്റെ രക്ഷയില്ലാതാവും. ഒന്നുകൂടെ ചെറുതായി കഴിയുമ്പോൾ നല്ല രസമായിരിക്കും. ഇവിടെ തൊട്ട് വിഷയമായിരിക്കും. അടുത്ത ഈ ഒരു ടെക്സാസ് അടുത്താള് വീണ്. സോളക്സ് മൊയല് വീണ്. സോളക്സിലെ 2 പേരെ നമ്മള് കൊന്നായിരുന്നു. നമ്മള് കൊന്നായിരുന്നു ആ റോട്ടിൽ ആ ബ്രിഡ്ജിന്റെ താഴെ ഒരു വണ്ടി. ഇനി സോളക്സിൽ എനിക്ക് തോന്നുന്നു 1-2 എന്തോ ഉള്ളു. സോളക്സ് ഇവരങ്ങോട്ട് അടിക്കാൻ തുടങ്ങി. ഇല്ല ഓൾഡൗൺ അല്ല. മൈ ബാഡ് ഓൾഡൗൺ അല്ല. വാങ്കോഡ് ഉണ്ട്. ഷെൽബി കേറി വരുന്നുണ്ട് ഇങ്ങോട്ട് കേറി. ആകാശ വ്യൂ
സോൺ ചേഞ്ച് കാണാം. അല്ല 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 ഇതാ ജോഡക്സ് ഇതല്ല സ്റ്റേഡിയം അല്ല സ്റ്റേഡിയം അല്ല ഇനിയിപ്പോ കോർണേഴ്സിലായിരിക്കും. നക്ഷത്ര ബിൽഡിംഗ് സെന്റർ. ഇവർക്ക് പണിയിട്ടാ ബിൽഡിങ്ങിന്റെ താഴെയുള്ള നമ്മൾ ആ എടാ ബിൽഡിങ്ങിന് ബാബു ഈ സെൻട്രലുള്ള ബിൽഡിംഗ് തന്നെ പോണോന്നില്ലേ? ഇങ്ങോട്ടോടെ ഇല്ലടാ ഈ സോണിൽ ഇന്നലത്തെ പോലെ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഫുൾ എൻഡർലി സോൺ നല്ല ചേഞ്ചസ് ഒക്കെ വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റേഡിയം പോയി കേട്ടാ. വന്നിട്ട് സോൺ അവിടെ ട്രാപ്പ് പോലെ ഇൻസ്റ്റന്റ് കില്ലർ എന്താ പോയി അടുത്തതിൽ സോൺ എടാ സോണിലോട്ട് ഇൻസ്റ്റന്റ് കില്ലടാ അവർക്ക് മറ്റേ ആ രക്ഷയില്ല, ടൈം പുറത്തിറങ്ങേണ്ടി വരും. റിമൈൻഡർ ഇൻസ്റ്റന്റ് കില്ല്. നമുക്ക് പോകണ്ട. ദാമു ടെൻഷൻ അടിച്ചിട്ടുണ്ട്. ടെൻസ് അല്ല ഇനി 60 സെക്കൻഡേ ഉള്ളൂ അകത്ത് കയറാനേ. 60 സെക്കൻഡേ ഉള്ളൂ കേറാത്ത. ഓ മേലെ കയറി സ്റ്റേഡിയത്തിന് മേലെ എന്ത് പറയും VLB ഇറങ്ങി നിങ്ങൾ 60 seconds, 59. ഇങ്ങോട്ട് വന്നേ. പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങും. ഐഡി ദാമു എടുത്ത് വെക്കേ. ആമോ നീ ആരുടെ സംസാരിക്കണേ? അവൻ ഇവിടെ ഇരുന്ന് ചുമ്മാ ബെല്ലാരി മോട്ടിവേറ്റ് SMG ചെയ്യുവാണ്. 2 കില്ല് SMG 3 ആക്ച്വലി. ആരെടുത്ത് സംസാരിക്കുന്നത്? ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നത്. ഒറ്റയ്ക്കല്ലേ ZX ഒരു സൈഡ് അവിടെ, NRX ഇവിടെ, VV TKL എല്ലാം കൂടെ ഉണ്ട് ഇവിടെ. ഇവിടെ വല്ലതും നടക്കും. ഇവിടെ NRX ലെഫ്റ്റ്. നാല് ടീം എങ്ങനെയുണ്ട്? ZX, TKL, NRX, ജോഡക്സ്. ഒരാള് ഇവിടെ പൊരിഞ്ഞാടിയാണ്. സോണിനാണോ നമ്മളെല്ലാരും? കുറെ ആളുകൾ തീരുമാനം കിട്ടും. എടാ 5 സെക്കൻഡ് 4 സെക്കൻഡ് 2 1. ഇത് നല്ല സ്പോട്ട്. എത്ര പേര് പുറത്തു പോയി? അമ്മോ എത്ര പ്ലേയേഴ്സ് ഉണ്ട്. ടിവി ഉണ്ടോ നോക്ക്. ടിവി ഇല്ലല്ലോ. അതെല്ലാം സോണോട്ടായി പോയി. ഇല്ലില്ല ഭാഗ്യം. ഓ ശരിയായ TTC താത്താസിൽ ഒരാൾ താത്താസിൽ എടുത്താണ്. സാൻഡ്ര പോയാട്ടോ ബെല്ലാരി. അല്ല അല്ലല്ലേ ഉണ്ട്. എടുത്തതാ കില്ല് എടുത്തതാ. സോണിന്റെ അകത്ത് ആയിരുന്നു കില്ല്. സാൻഡ്ര, അതെ സാൻഡ്ര ബേബി മെസ്സേജ് ഇട്ടേക്കുന്നത്. സോണല്ലോ ആയിരുന്നാണോ? അത് ക്ലിയർ ആക്കിട്ടാ കിട്ടിയല്ലോ ഇപ്പൊ വിവിക്ക്. വിവിക്കല്ല VLBക്ക് കില്ല് കിട്ടിയത്. ആ വിവിക്ക് കിട്ടി. ഇതിന് മുന്നേ SMG ഇവിടെ ഉണ്ട്. അപ്പുറത്ത് ഷെൽബി ഉണ്ടല്ലോ. SMG ഗാലക്സി ഒറ്റയ്ക്കാണോ? നമ്മുടെ ബാക്കിലാളടാ. ഗാലക്സി തനിച്ചാളോ? ആ മല സീനാണ്. ഗാലക്സി അവിടെ ഉണ്ട്. ഇപ്പുറത്ത് ഇതാരാ? പല സ്ഥലത്ത് എടാ ഇത് സാനിച്ചർ ജോഡക്സ് സൈഡ് ഗാലക്സി SMGയുടെ കണ്ടില്ല. ശരിയായ സൈഡിൽ കൂടെ ഗാലക്സി വണ്ടി ഇല്ല. വണ്ടി മാത്രമായിട്ട് എങ്ങനെ ഇവിടെ വന്ന? ബാക്കിയുള്ളവർ എന്ത് ചെയ്യും? പെട്ടതായിരിക്കും, വണ്ടിയിൽ ഇടിച്ച് പെട്ടതായിരിക്കും, പറയാൻ പറ്റില്ല. അല്ല ബാക്കിയുള്ളവർ എന്ത് ചെയ്യും? പെട്ടതാണെന്ന് തോന്നുന്നു. ജോഡക്സ് പോയി, ശരിയായ ഒരാൾ പോയി. അടുത്ത SMG ഇതിന്റെ അകത്ത് തന്നെ ശരിയായ തീർന്നാ SMG ജോഡക്സ് അടിയോ? ടെക്സസ് ഇവിടെ SMGയും ജോഡക്സും ഉണ്ട്. നമ്മളിനി 4 പേര് കേട്ടാ കാണുന്നുണ്ടോ? കുഴപ്പമില്ല, 4 പേര് തെറ്റില്ലാത്തതാണ്. ടീമിൽ കുറെ ഡൗൺ ആണ്. ഞാൻ പറയണതിലടാ ഗാലക്സി ഇപ്പോൾ രക്ഷപ്പെടണം. അത് ഭയങ്കര എന്തോ ലെക്കിൽ രക്ഷപ്പെട്ടാണ് ഗാലക്സി ഇവിടെ ഇപ്പൊ. ആർക്കറിയാം ആ വണ്ടി കൊണ്ട് മെയിൻ ടീമുകളെല്ലാം ഇവിടെ ഭയങ്കര സോണ് വലുതായിരുന്നു. അതെ ഇപ്പൊ അടുത്തോട്ട് വന്നപ്പോ അടിച്ചടങ്ങും, വേറെ രക്ഷയില്ല. ഈ ഏരിയയിൽ SMG ജോഡക്സ് അപ്പുറത്ത് ബിൽഡിങ്ങിന്റെ ആ സൈഡ്, ഈ സൈഡിലേക്ക് ഇറങ്ങി. ജോഡക്സ് ബാക്കി കൂടെ പെട്ടു.
SMG യുടെ ഒരു സൈഡില് VV, ഒരു സൈഡില് VV, മറ്റേ സൈഡില് ജോഡെക്സും. SMG വീട്ടില് റൗണ്ട് ചെയ്യാം. അല്ലെങ്കിൽ വിട്ടിട്ട് പോണം. VV ഈ സൈഡിൽ കൂടെ ഇറങ്ങും. അടി കിട്ടിയ ടെൻഷൻ ആയല്ലോ SMG അടി കിട്ടില്ല. നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കുവാണെങ്കിൽ എങ്ങോട്ട് പോയി വിഷയമാണല്ലേ, എങ്ങനെ വിഷയം വിഷയമാണ്. നമ്മളെ കാണിച്ചായിരുന്നോ ഇതുവരെ? അണ്ണ അതറിയായിരുന്നെങ്കിൽ പോണത് മാത്രം കാണിച്ചു, പിന്നെ കണ്ടു. അതറിയായിരുന്നെങ്കിൽ ഞാൻ ഒരു ബിൽഡിംഗ് ഒരു മണിക്കൂർ മുന്നേ പുറപ്പെടാന്നൊക്കെ പറഞ്ഞു. അതെ, അവിടെ ഒരു സ്റ്റെയർകേസ് ഇരിപ്പുണ്ട്. ഈ ഒരൊറ്റ ഗ്യാപ്പ് നമുക്ക് സിറ്റുവേഷൻ അറിഞ്ഞൂടല്ലോ. എനിക്കാണ് അവര് സോണ ആയപ്പോഴത്തേക്ക് പെട്ടെന്ന് കയറിയതായിരിക്കും. സെന്ററിലാണ് ആശറിന്റെ ഇവിടെ ഉണ്ടല്ലോ നോക്കിട്ട്. പക്ഷെ VV പോയി, VV ബാക്ക് അടിച്ചു. ഇത് VV ബാക്ക് അടിച്ചു പോയി. രണ്ടുപേര് ഒരാളുണ്ട്. എടാ എവര് ഗേറ്റ് കീപ്പ് ചെയ്യണം, എവര് ഗേറ്റ് കീപ്പ് ചെയ്യണം, എവര് ഇറങ്ങാൻ പാടില്ല. ഇപ്പൊ പുഷ് ചെയ്യും കേട്ടോ, നോക്കിക്കോണേ ഇപ്പൊ പുഷ് ചെയ്യും, നോക്കിക്കോ. ഇപ്പൊ കണ്ടോ ഒരു പുഷിങ് ഉണ്ടോ? അങ്ങനെ നിനക്ക് മെസ്സേജ് അയച്ചാ? സരക്ക് ഗോള് വിളിക്കാൻ വേണ്ടല്ലോ എന്നുള്ള വലിയ ഹോപ്പ് തന്നെയാണ്. ഇവിടെ കുറെ ഉണ്ട്. താത്താസ് എനിക്ക് തോന്നുന്നു മിക്കവാറും അതിന്റെ ഉള്ളിൽ പെട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു നമ്മളിനി പൊസിഷൻ വേണ്ടി കളിച്ചു. നമുക്ക് പോയിന്റ് ഈകളെ പബ്ജി പോലല്ലടാ, നമുക്കിനി പോയിന്റ്, നമുക്കിനി പൊസിഷൻ കയറിയാൽ മതി. നമുക്ക് പോയിന്റ് ആവശ്യത്തിനായി. സ്മോക്ക് ഗ്രാനേഡ് ഉണ്ട്, അതിട്ടിട്ട് ലൈക്ക് അവരത്ര കവർ ചെയ്ത് പോകാൻ വേണ്ടി സെയിം പബ്ജി സ്ട്രാറ്റജി അല്ല. അല്ല അറിഞ്ഞൂടാ, നമ്മള് നമ്മുടെ കണ്ടു. ACT പെട്ടു, ACT ബാക്ക് ACT versus RR. പുറകോട്ട് വലിക്കാൻ സ്ഥലമില്ല, അവര് അതിന്റെ ഉള്ളിൽ പെട്ടു. അവർക്ക് ബാക്ക് ചെയ്യാൻ പറ്റില്ല. സത്യം ഇവൻ നേരത്തെ ഒറ്റയ്ക്ക് രണ്ടുപേരെ അടിച്ചടാ. ഇടിയ എന്തോ പോലെ നമുക്ക് അവരെ കണ്ടുകൂടാത്തോണ്ട് കൺഫ്യൂഷനാ. പക്ഷെ മറ്റേ താത്താസ് മോളിൽ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. ഒരു ഉരുത്ത മേലെ R3X ഒരു സ്പോട്ട് ചെയ്താ ഇല്ല ഇവിടുന്ന് കിടിലായിട്ട് എടുക്കുമാരാ മിണ്ടായിരിക്കണവൻ എടുത്താ. എടുത്തു കേട്ടോ, 1v2 അടിച്ചവൻ എടുത്തു കേട്ടോ. ഗോഡ് പിക്ക് എടുത്തു. RR ഗോഡ് പിക്ക്. അതിന്റെ ഇടയിൽ ഗോഡ് പെക്കാന്നാണോ അത്? എവിടെയൊക്കെയോ നമുക്ക് അവിടെ ഒരു അടിയാണ്. TKL ZX. ഗാലക്സി മാത്രമേ ഉള്ളൂ. നേരത്തെ എല്ലാവരും വൈപ്പായില്ലേ? ഇല്ല 4 പേര് ബാക്കിയുണ്ട്. അവന്റെ സിറ്റുവേഷൻ അത് മനസ്സിലായി. എന്നാൽ ഇവൻ എവിടെയെങ്കിലും ഇവിടെന്ന് വെച്ചാ ഇവരാണ് ഈ സ്പൈസ് സ്നൈപ്പ് ചെയ്യുന്നത്. ഇതിന്റെ ഇതുണ്ടല്ലോ, ഇനി കറങ്ങി മിക്കവാറും ഇവിടെ വരുവാണോ മിക്കവാറും ഈ സ്റ്റേഡിയത്തിലല്ലോ. എന്റെ പൊന്നെ, താത്താസിന് മേലെ അവര് അങ്ങനെ കണക്കാക്കണ്ട. അവരെല്ലാരും കളിക്കുമല്ലേ, എല്ലാരും കോമ്പറ്റീറ്റീവ് അല്ലേ. അത് വേബലിന് TV കാണുമ്പോ ഇനി അടിക്കാതെ വിട്ടെന്ന് പറഞ്ഞ് ടീം അപ്പ് എന്ന് പറഞ്ഞിട്ട് അടുത്ത മൈരന്മാരിനി അത് പറയട്ടെ. അടിച്ചോടാന്നും കുഴപ്പമില്ല. സരക്കണ്ണനെയും ബാക്കി 3 പേരും ഒന്ന് സ്പെക്ക് ചെയ്തിട്ട് കൺഫ്യൂഷൻ നമുക്കിപ്പോ എവിടെയെന്ന് അറിയാൻ പറ്റില്ല. പൊസിഷൻ നല്ലതാണോ പോലും അറിയാൻ പറ്റില്ല. ഞാനില്ല പേടിയാവുന്നു. അതെ കുറച്ചുകൂടെ രസം.
ഇതിനിപ്പോ എന്തായാലും okay, ആ എടാ, building എടാ, side എടാ, ഇത് ലാണ് മിക്കവാറും central ല് മിക്കവാറും ഇതിന്റെ stadium ഉള്ളിലും വല്ല ഇതിന്റെ വരുമോ? സെൻട്രൽ ഉള്ളിലാണ്. സോണാണെന്ന് എനിക്ക് തോന്നുന്നത്. അടുത്തതാ ഇവിടെ നടുക്ക് താത്താസ് റോഡിൽ കൂടെ ഇതിന്റെ വരുമായിരിക്കും. ഉള്ളിലും ഇത് സത്യം സത്യം ഇത് സത്യം സ്റ്റേഡിയം എടാ, തന്നെയാണ് സെൻട്രൽ സോൺ എന്നാണ് തോന്നുന്നത്. സെൻട്രൽ ഓഫ് ദ സോൺ. പക്ഷെ എപ്പോഴും എടാ അവർ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ നോക്കത്തില്ല. വൺ വേ ഉള്ള ഒരു സ്റ്റേഡിയത്തിന്റെ അകത്തോട്ട് അവർ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. TV ഇവിടെ കാണണമല്ലോ കുറച്ച്. അവിടെ ഒരു ടീം NRX 4 ടീം. എത്ര ഗ്യാങ് ഇവിടെ 40 ഗ്യാങ്ങില്ലേ മിന്നി. അത് തന്നെ. എന്നാലും ഇത് അങ്ങോട്ട് ഇങ്ങനെ കാണണ്ടേ ഇവര്. ചമ്മേ 4 ടീമും തമ്മിലടി. N47 ഇപ്പൊ ഇവിടെ ഉണ്ടല്ലോ. R3X N47 ഇവിടെ അടുത്ത് എവിടെ ഉണ്ടല്ലോ. N47 ഇപ്പൊ ഒരു NRX ഉണ്ടല്ലോ. അതോ നമ്മള് കൗണ്ട് ചെയ്യണേണോ? 3 minutes more. 3 മിനിറ്റ് ഇവിടെ അടുത്ത സോൺ. കലക്കാനൊന്നും സ്പെക്ക് ചെയ്തില്ല. ഈ സോണിൽ സർക്കാർ കണ്ടതില്ല. അവർ നന്നായിട്ട് ഇവിടെ ഇരിപ്പുണ്ടായികളെ. ZX versus ടെൻസി അടിച്ചിട്ടോ. രണ്ട് അല്ല ഒരാളെ തന്നെ ട്രിപ്ലക്സിൽ അടിച്ചേട്ടാ. ZX ഇനി എത്ര ടീം ഉണ്ടെന്ന് അറിയാൻ പപ്പു ഓക്സിസ് ഇറക്കാം. അതേ ഉള്ളു. ഇനി മിനിമം 3 പേര്. എനിക്ക് തോന്നുന്നു ഇവൻ സ്പ്ലിറ്റ് ആയി പോയി. ഇവൻ ലോസ്റ്റ് ആയി 1 2 3 4 പേര്. അത് നീ കേക്കാ കേട്ടാ. നാലുള്ളോ? 4 ആണെന്ന് തോന്നുന്നു. മാസില് 4 പേരെന്ന് തോന്നുന്നു. മാസില് ഫൈറ്റ് എടുത്തായിരുന്നു മാസ് കയറി. ഒരു ഫൈറ്റ് മരിച്ചായിരുന്നല്ലോ മാസില്. ആദ്യം ഒരു ഫൈറ്റ് ഒരാളെ കണ്ടു. ഒരാള് ഇതവിടെ 3 2 എമാർക്ക് എന്തായാലും സോണ് പോകും. എമാർക്ക് എന്തായാലും സോണ് പോകും. ഫസ്റ്റ് കിട്ടണമെന്നില്ല. സെക്കൻഡോ തേർഡിനോ വേണ്ടി കളിച്ചാലും മതി. അടിയാണ്. കാരണം ഓരോ പൊസിഷൻ തമ്മിലും വ്യത്യാസം 2 പോയിന്റേ ഉള്ളൂ. ഡിഫറൻസ്. അടിപ്പെടായിരുന്നു അദ്ദേഹം. അങ്ങനെ 23 അങ്ങനെയോ? I think CM is going to win. എടാ പക്ക പബ്ജിയിലെ പോയിന്റ് എങ്ങനെയാണ് അതുപോലെ നമ്മൾ എന്തെങ്കിലും ടൂർണമെന്റ് ഒക്കെ പബ്ജി വെക്കത്തില്ല അതുപോലെ. SRRക്ക് കുറച്ച് കില്ലുണ്ടാ. നമ്മളൊക്കെ കില്ലുണ്ടാവും. SRRക്ക് നമ്മളൊക്കെ കില്ലുണ്ടാവും. താത്താസ് ഇതിന്റെ ഉള്ളിലല്ലേ? സ്റ്റേഡിയത്തിന്റെ ഉള്ളിലാ. SRRക്ക് എങ്ങനെ പോലെ 12-13 കില്ലുണ്ടാവും. ഇതിന്റെ മേലെന്ന് രണ്ടുപേരും മൂളി കയറി കേട്ടോ. താത്താസിന്റെ ഇത് അപ്പുറത്തുണ്ടോ? നല്ല പൊസിഷൻ. ഇത് തണ്ട താഴെ രണ്ടുപേര് അവിടെ നിക്കുന്നു. രണ്ടുപേരും മോളിൽ നോക്കുന്നു. SRR ക്വസ്റ്റ്യൻ എടുത്താ. SRR ഇപ്പൊ ആരെങ്കിലും അടിച്ചിരുന്നെങ്കിൽ നമുക്ക് അഡ്വാൻറ്റേജ് ആയി. അല്ല SRR ടീം കിൽ എടുത്തു. SRR സെൻസു SRR ഗോസ്റ്റിനെ അടിച്ചിട്ട് ടീം കില്ല്. അവർക്ക് ടീം കില്ലുണ്ട്. ഇത്രയും ഡിസ്റ്റൻസിലാണ് ടീം കില്ലിന് പോയിന്റ് കിട്ടോ? അണ്ടി കിട്ടും. ടീം കില്ലിന് പോയിന്റ്. എന്താ പൊന്നെ. ക്ലാസ് ഷെൽബിയോടെ പൊട്ടിത്തെറിച്ച ഒരു മറ്റേ വണ്ടി കിട്ടി കയറിയടാ. പക്ഷെ ക്ലാസ്സിന് അങ്ങോട്ട് എവിടെ പോകാനുള്ള സ്ഥലമല്ലല്ലോ അതിന്റെ ഉള്ളില്. നല്ല പുഷാണ് ഷെൽബിയിൽ. നല്ല ടൈമായില്ല. സോണ് പറ. ടൈമായി. 1 മിനിറ്റ് കൂടെ. സൂപ്പർ ജോയി. മാസം പോകുന്നു. മാസം വിട്ട് ഈ സോൺ ചേഞ്ചിങ് ഇവിടെ എത്തിയോണ്ട് അവർ നൈസായിട്ട് ഇറങ്ങി. അയ്യോ എനിക്ക് കിൽ ഫീഡ് കാണണ്ട. ബിവിയിലാരോ അടിച്ച്. ഏതോ ക്രൂഷ്യൽ പോയിന്റ് എന്നാ തോന്നണ. അവര് സർവേ ആയാ ബിവിയുടെ അടുത്താണ് അവര്. നേരത്തെ ബിവി ഓരോ കിൽ ഫീഡ് വരുമ്പോ പക്ഷെ ഇതെല്ലാരും ഇരിക്കുന്നുണ്ടോ? മറ്റേ അതുപോയല്ല. ഇവര് പുറത്ത് സോണിന്റെ പുറത്ത്. ബെല്ലാരി TTX ബെല്ലാരി വേഴ്സസ് ബെല്ലാരി നടക്കണം അവിടെ. മേലെ
ഇവരെ പൊരിഞ്ഞടിയാ ഓ, ഇവിടെ പക്ഷേ രക്ഷയില്ല. survive ചെയ്തു കേട്ടോ. ഓ കിട്ടിയ സേബിന് കുറെ കിട്ടിയല്ല. ഏബില് നല്ലൊരു ആംഗിളാണ് മുകളിൽ. ഒന്ന് ബഗ്ഗ എടാ ഇതിപ്പഴേ മറ്റേ അവിടെ അല്ല സോൺ വന്നത്. അവര് ടീം കില്ല് സോൺ തീർന്നു. ഓ, സോൺ തീർന്നു. ഇല്ലല്ലടാ, ഏബില് ബെല്ലാരിയാണ് അടിച്ചത്. 60 സെക്കൻഡ് അവര് കറക്റ്റ് അടിച്ചില്ല. ടീമില്ല എന്താ പറയണ എല്ലാരും അടിച്ചടാ പെട്ടെന്ന് വിചാരിച്ച്. പക്ഷേ ZX versus NRX. എവിടെ പൊസിഷൻ നോക്കിയാ അടിച്ചില് സോണില്. 2 ZX എടാ ഇതാണ് ക്രൂഷ്യൽ. 47 സെക്കൻഡ്. SRR പോക്കര് അല്ല ഇതാണ് അളിയാ ക്രൂഷ്യൽ. ഈ സെക്കൻഡ് അകത്ത് കേറണം. ഇവിടെ കാണോ ഇല്ല ഒന്നും ഐഡിയ കാണോ എവിടെ ബുള്ളോപ്പിടോ 14K SRR എടാ സരക്ക് വീണ് ബെല്ലാരെ സാൻഡ്ര അടിച്ചു. സാൻഡ്ര ഞാൻ അവിടെ അടി നോക്കാം. മേലെ നോക്കാതെ SRR സ്റ്റേഡിയത്തിൽ സ്റ്റേഡിയത്തിൽ നിന്ന് ഇറങ്ങി 14 സെക്കൻഡ്. പക്ഷെ അവർ ഇത്രയും ലാസ്റ്റ് എവിടെ പൊസിഷൻ എവിടെ? എനിക്ക് അറിഞ്ഞൂടാ അളിയാ. രണ്ടുപേരും വിട്ടു. എടാ സരക്കിടാനി പോയി. സരക്കിടാനി മാത്രമേ പോയുള്ളൂ, ബാക്കി രണ്ടുപേരും ഷെൽബി അണ്ണ സോണോട്ടായിരുന്നു. ഇവരോട് സോണിൽ കേറാൻ പറഞ്ഞു കാണും. അണ്ണനെ കൊന്നേട്ടാ ആന്ധ്ര. സാൻഡ്ര കൊന്നതാ. അപ്പൊ അവിടെ ബോഡി കിടന്നതാണ്. ദാ ഇവിടെ സോണോട്ടില് N47 ഉണ്ട്. N47 ഇവിടെ ആരാ അടിക്കുന്നത്? അങ്ങോട്ട് തന്നെ പിള്ളേര് സേഫ് ആണെന്നാണ് ഷെൽബി ഡൗൺ. പോയി. ഷെൽബി ഡൗൺ. 3 SMG. ഷെൽബി പോയിപ്പോയില്ലേ? ഷെൽബി SMG-ക്ക് ഒരു kill ഉണ്ട് കേട്ടോ. SMG-ക്ക് kill ഉണ്ട് കേട്ടോ. ദേ അവിടെ ഓ SMG SR SMG അവിടെ ഹോൾഡ് ചെയ്തിട്ട് അവൻ ഒരു ഫൈറ്റ് എടുത്തുള്ളൂ, കമ്മിറ്റ് ചെയ്തിട്ടുള്ളൂ. ഓ ഇവർക്ക് നല്ല കില്ലായിട്ടോ. അവിടെ മറ്റേ ZX ഒക്കെ fight ആയി. ഏകദേശം ഒരുപോലെ ആയി. എന്തിയുടെ ടിവിയിലെ പിള്ളേർ എവിടെ എല്ലാരും നോക്കി. കാണാൻ പറ്റില്ല. ഇവർ താഴെ നോടാ, താഴെ നോടാ. അതാണ് ഇവര് മുകളിൽ സ്പെക്ട് ചെയ്യുമ്പോ കാണാത്ത. താഴെ എവിടെയാണ്? ഫാറക്സ് എല്ലാം ഇനി അപ്പുറത്ത് ഈ ടെൻസിന്റെ ഒരാള് മനസ്സുള്ളെന്ന് തോന്നുന്നു കേട്ടോ. സരക്കിനെ വീസികളി ബ്രോ. അവര് വീസിയിൽ കളിക്കണ, അവര് വീസിയിൽ സംസാരിക്കുമായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ഫാറക്സ് ടെക്സസ് ഉണ്ട്. ചത്താല് വീസിയിൽ സംസാരിക്കാലോ അല്ലേ? അറിഞ്ഞൂടാ, അവര് ഡെഫൻ അടിച്ചിരിക്കുമായിരിക്കും അവിടെ. ആണോ? എനിക്ക് അറിഞ്ഞൂടാ, അത് അവർക്ക് അഡ്മിൻസിനെ കാണാൻ പറ്റത്തുള്ളൂ. എന്ത് ചെയ്യാ? ടെക്സസ് ഒരാളെ ബാക്കിയുള്ളൂ. ടെക്സസ് ഒരാളുള്ളൂ. ഇസടെക്സ് ഇതാ ഈ കോർണറാണ്. എല്ലാരും അടുത്തുണ്ട്. എല്ലാരും പൊങ്ങിട്ട് വെടി വെച്ചു. ടിവിയിൽ അവരെ എന്ത് ചെയ്യണം? ഒന്ന് കാണിക്കും ബ്രോ, ഒന്ന് കാണിക്കും. മിക്കവാറും ഇവരെല്ലാരും പെടും കുറച്ച്. ഓ എല്ലാരും വിടും. ഓ നൈസ്. മാസ് N47 മാസ് ഫുൾ ടീം ഉണ്ട്. 4 പേര്. 4 പേരുള്ളൂ. അല്ല 5 ഓ ഫുൾ ഉണ്ട്. ഫുള്ളുണ്ടോ? N47 ഒരാള് മാത്രം അവിടെ ഇരുന്ന് ദിയക്കുട്ടി. ശരിയായിരിക്കും മറ്റേ ടീമിനല്ല അധികം കില്ലുള്ള മാസിന്റെ ഇതിനേക്കാളും. മാറി മാറി കയറി അടിക്കുന്നു നോക്ക്. മാറി കയറി അടിക്കുന്നു നോക്ക്. ഓ മാസി വളഞ്ഞു. അണ്ണിയാണ്. എടുത്തു. അതിന് വേറെ വഴിയില്ല. നല്ല ഫൈറ്റ്. ലാസ്റ്റ് മാൻ ഫൈറ്റ്. മാസ് അവർ 6 പേരുണ്ട്. എല്ലാരും കാണാം. ഒന്നുകൂടെ ഒന്ന് സ്ലോൺ ചെറുതായി. ഈ പൂന്തോട്ടത്തിൽ ജെഡിയൊക്കെ പോയടേ. ഇനി നിന്റെ സെന്ററിൽ കയ്യില് യൂട്ടിലുള്ളവന്മാര് ജയിച്ച്. ഓപ്പണിലാണ് ഫൈറ്റ്. കയ്യില് സ്മോക്കും ഇതും ഉള്ളവന്മാര് ജയിക്കും. ഇവിടെയാണ് മെയിൻ ആയിട്ട് ആൾക്കാര്. ഇവിടെ എവിടെ ഇരിക്കുന്നടാ ചെറുതായ നല്ല ഒരുപാട് കവർ പോലെ. നമ്മുടെ പിള്ളേർ ഇതിന്റെ നമുക്ക് സൗണ്ട് എടുക്കാം. അതിനകത്തായിരിക്കും കേട്ടോ. നമുക്ക് എല്ലാരെയും നോക്കാം. അതെ CM ഉണ്ട് ഇവിടെ. ZX ഉണ്ട് 2, ഫാറക്സ് 3, ടെക്സസ് 4, ടെൻസി 5. ഇവിടെ തന്നെ 5 ടീമുണ്ട്. പിന്നെ താത്താസ് 6, 4 പേരുണ്ട്. ഇവിടെ SMG 7, അവിടെ ഒരു N47. അടിക്കുമ്പോഴേ പേടിയാണ്. ഓ കണ്ടു കേട്ടോ. സ്പോട്ട് ചെയ്ത് ഒരാള് താത്തസിനെ അടിച്ചു. ഏബലിനെ എടുത്ത് സ്റ്റീവ്. മാസിവ് മാസിന് അഡ്വാൻറ്റേജ് ആയി. എവിടെ കുറുപ്പ്
ഇവിടെ സ്നൈപ്പർ വെച്ച് അടിക്കണേ. 3 പേരും വീണ GTS-ല്. ഒരു ഇനിയിപ്പോ എല്ലാരും ഇങ്ങോട്ട് വരണം. പെട്ടെന്നായിരുന്നു അത്. ബെല്ലാരിലെ 3 പേരും വീണു. സ്നൈപ്പർ കില്ല്. ഇവിടെ 2 പേര്. അപ്പൊ ഈ കോർണറിൽ അവര് നല്ല കില്ലായി അവർക്ക് നല്ല കില്ലുണ്ട്, നല്ല പൊസിഷൻ. ഒരാളെ ബാക്കിയുള്ളൂ. ഒരാള് ബാലൻസ് ഉണ്ട്. മാൻ അഡ്വാൻറ്റേജ്. മാസിന് നല്ല പൊസിഷനും ഉണ്ട് കേട്ടോ. മാസിന് നല്ല പൊസിഷനും ഉണ്ട്. മാസ് ടിവി TV രണ്ടുപേരും ബാക്കിയുള്ളൂ. 2 പേര് ബാലൻസ്. സാൻഡ്ര ഇവിടെ വെച്ചാണ് അടിച്ചത്. സാൻഡ്ര സ്ഥലങ്ങളിൽ ഇവിടെ വെച്ച് അടിയായത്. ആ ടീം ഏതാ? എല്ലാരും ഇവിടെ സാൻഡ്രയെ ഫേസ് ചെയ്യുന്നുണ്ടല്ലോ. ഒരു ടീം അപ്പുറത്തുനിന്ന് സ്ട്രെയിറ്റ് ഇവിടെ. അവര് പക്ഷെ വേറെ അപ്പുറത്ത് വേറെ ഫൈറ്റ് എടുക്കുന്നുണ്ട്. ഓ അത് നോക്കാം. ഇവിടെ RD3 CM ടോട്ടൽ എത്ര ഉള്ളു കേട്ടോ. ഇനി ഇവിടെ ആയിരിക്കും ടെക്സാസ് കൊല്ലം ഫ്യൂരി അവന്റെ പേര് കേട്ടാ. ഇനി കുറച്ചും കൂടെ കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഫൈറ്റും ഓ ടെക്സസിന് അടിച്ചു കേട്ടോ. താത്താസ് കോഡ് അടിച്ചു കേട്ടോ. കോഡ് ടെക്സാസിനാണ് അടിച്ച്. ചാൻസ് കുറവാണ്, നമുക്ക് ചാൻസ് കുറവാണ്, നല്ല കുറവാണ്. അളിയാ ഇത്ര പറഞ്ഞുള്ളൂ. ടോപ്പ് 5-ന്റെ അകത്ത് വന്നാൽ മതി. ടോപ്പ് 3-ക്കകത്ത് വന്നാൽ മതി. ടോപ്പ് 3 അല്ലെങ്കിൽ 4. നോക്കാം. ഇതാ ഇവിടുന്ന് അയ്യോ മേലെ ഇവിടെ കവർ ചെയ്യുന്ന ZX ഇപ്പുറത്ത് ZX ഓക്കെ CM ഇപ്പുറത്ത്. 6 പേരുള്ള ബാക്കി ഏതൊക്കെ ടീമുണ്ട്? മാസ് ഇവിടെ ഇപ്പൊ ടെൻസിയും SMG 6 പേരില്ലേ? SMG ഉണ്ട്, മാസ് ഉണ്ട്. ഇവരെന്തേലും ഉള്ള അല്ലല്ലടാ വേറെ ഇവന്മാരെല്ലാരും തമ്മിലടിക്കും ഇപ്പൊ സോണ് മാറുമ്പോ. എല്ലാം ലാസ്റ്റ് സോണാണ്. അറിയാതെ കയറി വന്നു തോന്നുന്നു. ഗോഡിനെ അടിച്ചടാ. ഓ ഇതുപോലെ ഓടി വരുമ്പോഴായിരിക്കും ഇവന്മാർക്ക് കിട്ടാൻ പോണേ. ഇനി SMG 3 ഉള്ളൂ. 3 അല്ലല്ല SMG 2 ഉള്ളൂ. അടി കാണാൻ കുറച്ചുകൂടി ഈസി. ഇവിടെ SMG 2 SMG പക്ഷേ M47 ഒരാളെ ഉള്ളൂ ബാക്കി. പോയോ? അത് കഴിഞ്ഞ് N47 പോയി. SMG 2 പേര്. ഇനിയിപ്പോ മാൻ പവർ കുറച്ച് ടീമിന് മാത്രമേ അത്യാവശ്യം ഉള്ളൂ. മാസിനുണ്ട് നല്ല സാൻഡ്ര അവിടെ ഇപ്പൊ ഉണ്ടായിരുന്നില്ല സൈഡില്ല. എനിക്ക് അവർക്ക് കാണാലോ. പപ്പടം അല്ലേ 1 2 3 4 5 മാസിന് നമ്മുടെ പൊസിഷൻ അറിയാം. ഞങ്ങൾക്ക് രണ്ടുപേര് ഒരാള് ഡൗൺ ആയിരുന്നു. ഇപ്പൊ കൊറേ സോൺ ഔട്ട്കിൽ വീഴും. ഇപ്പൊ ടോപ്പ് 6 ഒക്കെ എത്ര കാണും? ഇപ്പൊ ടോപ്പ് 10 ആയി കാണൂലേ? നല്ല ടൈറ്റ് കൺഫേം ടോപ്പ് 10 ആയി കാണൂലേ? ഇത് സോൺ ഇവിടെ ഒരു മുട്ട അടി കിടങ്ങാട്ടാ. ഇതിന് സോൺ പുറത്തു. ഇവിടെ സോൺ ഔട്ട് ആവുമ്പോ ഇതിന് ആൾക്കാർ അകത്ത് കയറാനുള്ള ചാൻസും കുറവാണ്. മാസ് ഫയലാണോ? വണ്ടി ചോദ്യം ചോദിക്കാൻ ഇറങ്ങി പോകാൻ ഇല്ലാത്തൊന്ന്. ഇതിനകത്ത് ഒരാളും ഫയലിട്ട് കളിക്കുന്നില്ല. ഇതിനകത്ത് കളിക്കണം. കഴിഞ്ഞ വട്ടം ഇത് തോന്നിയ ആൾക്കാരെ എല്ലാം BC-യിൽ വിളിച്ച് ചെക്ക് ചെയ്തിട്ടാണ്. ഇതിനകത്ത് കളിക്കുന്നവരെല്ലാം കളിക്കണം അത്യാവശ്യം നന്നായിട്ട്. ഇവിടെ ആരും ഫയലല്ല, എല്ലാവരും നന്നായിട്ട് കളിച്ച് തന്നെ ഇവിടെ ഒരു എത്തണം. എന്നിട്ട് പയ്യെ പുഷ് ചെയ്യുള്ളൂ. എല്ലാരും നോക്കി 60 സെക്കൻഡ് പിടിക്കാൻ. 60 സെക്കൻഡ്സിൽ വരെ പിടിക്കും. ഈ 10 പപ്പു പിക്ക് എടുത്തു. കണ്ടു നല്ലൊരു പൊസിഷൻ. 4 മിനിറ്റ്. ഒരാളേ ഉള്ളൂ. ഒറ്റ ഒരു പൊസിഷൻ ഇറങ്ങി വരും. ഒരൊറ്റ ആള് ബോംബറേടാ. എവനാ കൊല്ലടാ ഈ വാസ്കോനെ. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇനിയിപ്പോ ബാക്കിയുള്ള മാസിയാണോ? മാസിലാണ് മാൻ പവർ കൂടുതൽ. മാസിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉള്ളത്. RD3 ഇതവിടെ അവരെത്ര പേര്? ടോപ്പ് 7 ആയിരുന്നു. ഒരാൾ ആരോ വന്ന് കേറുന്നുണ്ട്. ഇല്ലടാ ടോപ്പ് 7 ഒന്നും ആയില്ലടാ. 7 പേരും അല്ലല്ലോ. ടീം മിനിമം ഉണ്ടാവും ഇതിനകത്ത്. ഞാൻ എണ്ണുമായിരുന്നു. 10-15 ടീം ഉണ്ട്. എടാ ഒന്ന് എണ്ണ നോക്കടാ.
10 കൂടുതൽ ടീം എന്തായാലും ഉണ്ട് അളിയാ. 10 ടീമിൽ കൂടുതൽ എന്തായാലും ഉണ്ട്. മാസ് 4 10 ഒരു 12 ഡൗൺ അയക്കുന്നത് ZX എന്നുള്ള ഒരാളാണ്. അത് ഫാറക്സ് ഒരാളാണ് അടിച്ചത്. എല്ലാരും ഡുവോ സോളം കുറെ വേറെ വേറെ ടീമായിട്ടുണ്ട്. അതാണ് ഫാറക്സ് 2 നല്ല പൊസിഷൻ 3 EM 4 ഒരുത്തൻ വീണോ നിലത്ത് അവനെ അടിച്ച് ഇറങ്ങി വന്നാ പോരായിരുന്നോ? ഒരു പൊസിഷൻ സെക്യൂർ ആയി. നമുക്കൊരു പൊസിഷൻ കിട്ടി. ഇവിടെ ഒരുത്തൻ അതിന്റെ സന്തോഷത്തിൽ ആ വീട് എത്തവനെ പറ്റിയല്ല, ഒരു പൊസിഷനോടെ സേഫ് ആയത്. പിന്നെ എന്തിനാ പറയണേ? കളിച്ച് അവനെ എടുത്തിട്ട് കിളച്ചവിടെ. വെജറ്റ് ഇതിന്റെ ബാക്കില് ഇവിടെ TV കുഴപ്പമില്ല, സേഫ് ആണ്. ഒരു ലോഡ് സ്മോക്ക് വാരി വെളിയിലോട്ട് എറിഞ്ഞാ മതി. ക്യാമറ ഇവിടെ വെക്കല്ലേ. മാസ് ഇവിടെ പിടിച്ചു. 1 2 3 4 5 മാസിന്റെ ഫ്രണ്ടിൽ കൂടെ പോണം. 5 പേരേ ഉള്ളൂ മാസില്, 6 TV ഒക്കെ എല്ലാവർക്കും എന്തായാലും ഇപ്പൊ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങേണ്ടി വരും. SMG ഇവിടെ ഇവര് 3 വരിയായിട്ട് നിൽക്കാം. അടിക്കും. ഞാൻ ചോദിക്കട്ടെ, ഒന്നും കൂടി നമ്മളെടുത്തോണ്ട് ക്യാമറ എനിക്ക് നമ്മള് വേറെ സൈഡല്ലേടാ, നമ്മള് വേറെ സൈഡല്ലേ? 2 പേര് ബാക്കിയുണ്ടോ? എനിക്ക് അറിഞ്ഞോ മിണ്ടായിരടാ, നിങ്ങളെല്ലാം മിണ്ടായിരും പ്ലീസ്. മിണ്ടായിരടാ, സംസാരിക്കില്ല പ്ലീസ്. അയ്യോ ഞാൻ മിണ്ടായി. നീ വിചാരിക്കല്ലേ നീ പ്ലീസ്, ഒന്നും വിചാരിക്കല്ലേ നീ. 1 മിനിറ്റ്. This ends the game. End zone in 1 minute. End zone. Last zone. എടാ ഇതിലെ ഞാൻ പറയട്ടെ ഈകളെ, അളിയാ ഒന്ന് പറയലടാ, ഒന്നും പറയലടാ. ഹീറ്റ് പോളിയാ. മിണ്ടാര്. RD3 4 പേര്, മാസ് 5 പേര്, TVA 3, 2 പേര് മിക്കവാറും സോണ് പോയി നേരെ ഇപ്പൊ ഓടും. CM 2, ZX 2, ഫാറക്സ് 3. എനിക്ക് ലാസ്റ്റ് സോൺ. ഇനിയാണ് അടി 10-നകത്തേ ഉള്ളു. കണ്ട മൈൻഡ് അറ്റാക്ക് ഒക്കെ വരുന്ന സത്യമാണ്. യുദ്ധം നടുക്ക് വരത്തില്ല. നടുക്കിടോടാലപ്പോ ഊമ്പി ഇവിടെ ഉള്ള ഇപ്പൊ അടിച്ചാവും എല്ലാണോ ചാവ്. കൊറേ പൊസിഷൻ വേണം. CM അവരാ CM ആ സൈഡിൽ കൂടെ, ZX ഇവിടെ ഇറങ്ങണില്ല. എന്തായാലും ഇവിടെ നോക്കാം. ഇവിടെ നോക്കാം. എല്ലാരും ഇപ്പൊ ഇപ്പൊ ഇറങ്ങി വരും. എക്സ്ട്രീമിലായിരുന്നു TV ഉണ്ടായിരുന്നത്. പിന്നെ മാസിന് കൊറേ കില്ലിട്ട് ZX ഇവിടെ ഇറങ്ങും. ZX versus ഫാറക്സ്. തോരപ്പൻ ആ ടീമിനെ ഫുൾ വൈപ്പേടാ. ഒരു ടീം ഫയർ ഇവിടെ എല്ലാം തമ്മിൽ തല്ലി തീരും കേട്ടോ, ഉറപ്പാണ്. പോയോ CM തീരല്ലേ ലാസ്റ്റിലല്ലായിരുന്നു TV ഉണ്ടായിരുന്നു. അവര് ഇറങ്ങിയോ? TV സൈഡിൽ നിന്ന് ഇറങ്ങുന്നത്. TV 2 പേര്. സോൺ കാണിക്കണില്ല. മിക്കവാറും എടാ മാസിനും ടിവിക്ക് സോണുണ്ട് ഇപ്പോഴും. മാസും TV സോണിട്ടില്ല. പക്ഷെ മാസിന് ഇപ്പൊ TV കാണാൻ പറ്റും. ഇനി വെളിയിൽ അടുത്ത വീണ് ഫാറക്സ് ക്രൈസ് മാസ് സ്റ്റീവ് എടുത്ത് ഇവര് സ്നൈപ്പ് ചെയ്ത് ഇവർക്ക് ഈസി കിൽസ് അവന്മാർക്ക്. SMGയും അല്ല മാസും SMGയും പിന്നെ TVയും അവിടെ
ഇനി മാസ് പിക്ക് Final zone എടുക്കരുത്. ഇല്ലേ? Final മാസ് zone പിക്ക് ഇല്ലേ? എടുക്കരുതെങ്കിൽ ഇപ്പൊ കളിച്ചോണ്ടിരിക്കുന്നവരുടെ വീട്ടിൽ പോയിട്ട് കീബോർഡ് ഇവിടെ അടിച്ചു വെക്കേണ്ടി വരും. അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് ഇഷ്ടം പോലെ കില്ല് കിട്ടും. അവരൊന്നും എല്ലാം ഓടി വരും. വേറെ ഒന്നും ചെയ്യാനില്ല അതില്. പോയി റൗണ്ട്സ് എടുക്കാം. ആരില്ല സേഫ്. നമ്മളെ ഞാൻ കാര്യം പറയട്ടാ എടാ ഇനിയപ്പോ സോൺ ചേഞ്ച് ഇല്ല. ഈ സോണാണോ ഇപ്പൊ തന്നെ സോൺ ഷ്രിങ്ക് ആവും. ഷ്രിങ്ക് ആവുന്ന ടൈമിൽ തന്നെ ഷ്രിങ്ക് ആയി ആ ഒരു 6 സെക്കൻഡ്സിനുള്ളിൽ സോൺ ഇനിയാണോ ചേഞ്ച് ആവണേ? അടി കൊടുക്കും. അല്ലെ സോൺ മാറാൻ പോണേ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് മാൻ സ്റ്റാൻഡിംഗ് ആണ്. ആ സോൺ മാറാൻ പോകുന്നുള്ളൂ. വണ്ടി ഉണ്ടാ സീസ് ഫയർ എന്തിനാണ് ഇതിന്റെ ഇടയ്ക്ക്? വണ്ടിയുണ്ട്, അത് അവരുടെ എല്ലാ zone സെറ്റപ്പിലും ഒന്ന് നിൽക്കുവാ. മാസിനെല്ലാം ഉണ്ട്, വണ്ടിയുണ്ട്, എല്ലാം ഉണ്ട് കയ്യില്. മാൻ അഡ്വാൻറ്റേജ് നോക്ക്. മാസ് കൊണ്ടുപോകാൻ ഞാൻ 1 2 3 4 5 പേരുണ്ട്, വണ്ടി എല്ലാം ഉണ്ട് മാസിന്റെ കയ്യില്. ഇവര് ഫുൾ ടീം ഉണ്ടോ? ഇല്ല, 5 എണ്ണം തന്നെ അല്ലേ? 5 പേര്. അന്നേരം തുറക്കുമ്പോൾ ഓരോന്നും SMG ഈ സൈഡില്, TVA ആ എൻഡിലും, ആ ലൈനിലും 3 പേര്. 3 ടീം. ഇവിടെ RD3 CM ആണോ അതല്ല RD3? ഫുൾ ഫൈറ്റ് അല്ലാണ്ട് വേറെ ഒരു സാധനം കാണാൻ പറ്റൂല. അതാണ് വേറൊരു സീന്. എനിക്ക് ഏതെങ്കിലും ബിൽഡിങ്സ് ഇനി കോട്ടാടിയാണ്. ഞാൻ കൂട്ടാടി അതില് വേറെ ഒന്നും ഇല്ലല്ലോ. SMG പോയോ? RD3 മാത്രം അവിടെ. ഇനി എല്ലാരും നടുക്കൊന്ന് കോട്ടടിയാവണോ? അല്ല, TVA മാസ് SMG ഈ സൈഡില്. വെജിറ്റ് ഇവിടെ 3 ടീം 10 കില്ല അങ്ങോട്ട് അടിക്കണം. അല്ലെ ഒരു 8 കില്ല അങ്ങോട്ട് അടിക്കണം. അപ്പൊ ആകെ 4 ടീമേ ബാക്കിയുള്ളൂ. 4 ടീമേ ബാക്കിയുള്ളൂ. ഇത് ഫൈനൽ 4 ആണ്. 4 ടീമേ ബാക്കിയുള്ളൂ. അടിപൊളി. അതല്ലേ പറഞ്ഞേടാ നിന്റെ അടുത്ത് ഞാൻ ഇപ്പൊ ചത്തോ? മുമ്പേ 10 ടീം എന്തായാലും ഉണ്ടായിരുന്നു. ഇല്ല അവര് 7 ടീം ഇപ്പൊ രണ്ട് ടീം അടിച്ചെത്തികളെ. ഇപ്പൊ മാസ് 5, ടോട്ടൽ 8 ടീം എന്താണ് ഉണ്ടായിരുന്നത്. TVA 2 പേര്. ഈ സൈഡിൽ അപ്പൊ RD3 മാത്രമേ 3 പേര്. ടോപ്പ് 4 ടീംസ്. അപ്പൊ ഇവിടുന്ന് എല്ലാരും കൂടെ ഇറങ്ങി വരുമ്പോ ബഹളാവും. 5 ടീം എടാ ഒറ്റ അതായത് ഫുൾ സെറ്റ് ആണ്. TVA വെച്ചിട്ട് ഞാൻ പവറാണ്. അങ്ങനെ ഇങ്ങനെ വീഴേണ്ടതല്ല. മാസിനാണ് ഏറ്റവും കെവിൻ കൂടുതൽ. എങ്ങനെയായാലും തിരിച്ച് അവരുടെ അടുത്ത് എത്തിയാൽ മതിയായിരുന്നു. ആ വണ്ടി ഉരുട്ടി തുപ്പിയാനായാലും. സോൺ ചേഞ്ച് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാട്ടാ. ഇവിടെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റൂലല്ലോ. അങ്ങ് പെട്ടതായിരിക്കും കെവിൻ. വരട്ടോ അടാവ്. എന്തൊക്കെയോ നടക്കുന്നു. ദുബായ് ആണ്. ഇവിടെ 2 പേരുണ്ടായിരുന്നല്ലോ. നാഥനില്ലാതെ ഒരുപാട് വണ്ടികൾ ആ സൈഡ് കിടക്കും. SMG ഫൈറ്റ് എടുത്തായിരുന്നാടാ? ഞാൻ കണ്ടില്ല. പക്ഷെ അങ്ങനെ ഒരിക്കലും അല്ല ഇവിടെ നമ്മൾ വൈപ്പ് ആയത് കണ്ടില്ലല്ലേ? ഇല്ല ഇവിടെ കൂട്ടായടി നടന്ന് എല്ലാരും തീർന്നു. റീസോണിങ് ഫാറക്സ് തീർന്നത് സെന്ററിൽ വെച്ചിട്ടാണ്. ആ ഒരാള് സെന്ററിലേക്ക് വന്നില്ലേ? റീസോണിങ് ആളെ സ്നൈപ്പ് ചെയ്തിട്ടാണ്. നേരത്തെ സോൺ ബഗ്ഗാടാ. സോൺ അവര് അകത്തോട്ട് വെച്ച സോൺ വർക്കായില്ല. SMG കത്തിപ്പോയി. SMG ഓൾ കത്തി. ബൂട്ട് ക്യാമ്പിലാടാ ഒരുമിച്ച് കളിക്കായിരുന്നു. ആർക്കറിയാം. ഹോൾഡാ ഹോൾഡ് ചെയ്തേക്കാണോ? ഇല്ലല്ല ഇതിപ്പോ അത് അഡ്മിനിസ്ട്രേറ്റ് ആണ്. അവര് തമ്മിൽ ഈ സെന്ററില് ഇത് ദുബായിൽ എന്താണ് ഈ സാധനം ഞാൻ എത്ര ആലോചിച്ച് പിടികിട്ടുന്നില്ല. ഇങ്ങനെ ഒരു സ്ഥലം ഫൈനൽസ് ആയിരുന്നു. അത് തീർന്നു. 3 മിനിറ്റും കൂടെ. ഞാൻ അതും കൂടെ കഴിഞ്ഞ് എൻഡ് ചെയ്തായിരുന്നു. ബാക്കി എല്ലാരും ഇവിടെ കണ്ടിപ്പോയി ഇരിക്കുകയാണ്. അങ്ങനെ ആലോചിക്കുന്നത് ഏത് സ്ഥലം നല്ല പൂങ്കാവനം. ബാക്കി എല്ലാരും നെഞ്ചിടിപ്പ്. ഒരു അടി ഉണ്ടായിരുന്നു. വിളിച്ചോണ്ടിരിക്കണം. അയ്യോ ഇത് പെട്ടെന്ന് തീർത്തോ? അവക്ക് വയ്യ. ഞാൻ വണ്ടി പോയിരുന്നു കാണട്ടെ. നീ പോണെങ്കി പോക്കോ. ഓ എന്ത് പറ്റി? ആ 2 പേര് ഡിസ്കണക്ട്. SMG റെഡി കത്തിപ്പോയത്. അവസാന നിമിഷത്തോട്ടുള്ള എന്താ പറയാ ആ ഒരു ഇതില് റെഡി ആയി നിൽക്കുക. അല്ല കത്തിപ്പോയാലൊക്കെ ഹോൾഡ് ഒക്കെ ചെയ്യും. എവരെ സൈഡിൽ നിന്ന് സോണിന്റെ ഇതില് ഹോൾഡ് ചെയ്ത സോൺ ഇട്ടത് വന്നില്ല. സോൺ ഷ്രിങ്ക് ഫൈറ്റ് ചെയ്യില്ല.
എല്ലാരും വെയിറ്റ് ചെയ്യും ഉറപ്പാ. കാരണം ഇതിലോട്ട് ഇറങ്ങിയ കൂട്ടയടിയോ ആദ്യത്തിൽ ഇവിടെ സേഫാ. ആദ്യത്തിൽ അവിടെ തന്നെ ഇരിക്കും മിക്കവാറും. ഈ 3 പേര് ഇറങ്ങുമ്പോഴാണ് ഈ കൂട്ടയടിയോ. തുടങ്ങി സ്റ്റാർട്ട് ചെയ്തു. മാസ് മിക്കവാറും 2 സ്പ്ലിറ്റ് ആവും. 2 സൈഡിൽ SMG ഒരു സൈഡിൽ TV ആയും. ഇത്രയും നേരം ഇത് ഹോൾഡ് ആയ സ്ഥിതിക്ക് എല്ലാവർക്കും എല്ലാവരുടെയും പൊസിഷനൊക്കെ മിക്കവാറും അറിയാം. ആരും ഇറങ്ങുന്നില്ല ഫോർ ഷുവർ. എല്ലാവർക്കും ഇറങ്ങി വരൂ. നേരെ പോയി സോണ് പുഷ് ചെയ്ത് എല്ലാത്തിനും പുറത്തോട്ട് കൊണ്ടുവരണല്ല ഒരു രക്ഷയുണ്ടെന്ന് എനിക്ക് തോന്നില്ല. SMG വണ്ടി എടുത്ത് ഇറങ്ങിയ സൈഡിൽ ഇത് മിക്കവാറും മാസ് അടിക്കും. മാസ് ഇതേ മാസിന് ഇറങ്ങേണ്ടി വരും. മാസം വണ്ടി എടുത്ത് ഇറങ്ങി. അപ്പൊ അപ്പുറത്ത് TV ഇറങ്ങണല്ലോ. കാരണം TV ഇറങ്ങിയേ പറ്റുള്ളൂ. ഇല്ല TV മിക്കവാറും പയ്യെ പുഷ് ചെയ്യാൻ ചാൻസ് ഉള്ളൂ. 30 seconds കൊണ്ട് നമുക്കൊരു വണ്ടി ഉണ്ടാണോ? അമ്മമാർക്ക് വണ്ടി എന്തെങ്കിലും ഉണ്ടോടാ? ഉണ്ട്. അതെ 30 സെക്കൻഡ് കൊടുക്കും. മെൻസോൺ ആയതിനു ശേഷം നല്ല ചെറുതായി ഇതെന്ത് ആളെന്ത് TV ആ കോർണറിൽ ഉണ്ടായിരുന്നല്ലോ. TV ഇവിടെ വണ്ടി ഇതെന്തണ്ടി ഇത് ഇപ്പൊ ചത്തടേ ആളിയാ. ഇത് ഇൻട്രസ്റ്റിംഗ് ആവൂലടാ. ഇത്രയും ഓപ്പണിലൊന്നും SMG ഇറങ്ങി. സ്മോക്ക് ഇനി സ്മോക്കിന്റെ കളിയായിരിക്കും. ഫുൾ സ്മോക്കിന്റെ കളിയായിരിക്കും. TV ലാസ്റ്റ് വന്നോളും. നമ്മളെ കത്തിപ്പോയി ഇല്ല മെല്ലെ കളി. എടാ അല്ല ഇവര് പുറത്താണ്. സോണിന്റെ പുറത്താണ്. അയ്യോ മാസ് എടാ അവർ ലാസ്റ്റ് കയറിയാ മതിയോടാ. അവർക്ക് ലാസ്റ്റ് 10 സെക്കൻഡ് കയറിയാ മതി. നമുക്ക് അടിച്ച് ചാവട്ട ഇല്ലാണ്ടോ. വണ്ടി കളിക്കുന്ന കുറിപ്പ് കോൾ കൊടുക്കും. ഇവന്റെ വണ്ടി ഇല്ലടാ. വണ്ടി ഇല്ലടാ. വണ്ടിയില്ലല്ലേ? വണ്ടിയില്ല. നമുക്ക് വണ്ടി ഉണ്ടല്ലോ. അവിടെ കിടക്കുന്ന വണ്ടിയല്ലേ? ഉണ്ട് ഇല്ല അതെ കാണുന്നില്ല. വണ്ടി കിടന്ന് സ്മോക്ക് ഇടുന്ന RD3 മാസ് ഉള്ളിൽ കയറി. പക്ഷെ അത് ആദ്യം കയറിയ ഊമ്പി ആദ്യം കയറണം ചത്ത്. സ്മോക്ക് ഇട്ട് കളിക്കോ. RD3 വേഴ്സസ് മാസ്. 16 സെക്കൻഡ് സോണി. മാസ് ഇനി 3 പേരുണ്ട്. 10 സെക്കൻഡ് കയറാ മതി. 10 സെക്കൻഡ് കയറാ മതി. 10 അയ്യോ നമുക്ക് വേണ്ടിയുണ്ടോ? ആരാ ജയിച്ചേ? ഇതെങ്ങനെ ഇവരുണ്ടായിരുന്നു. എല്ലാരും വന്ന്. എടാ അങ്ങനെയാണോ തെറ്റിയ? എല്ലാരും വന്ന് ആ സോണിലുണ്ടായിരുന്നു. എല്ലാരും അറിയാൻ പറ്റും. അത് അവർക്ക് അഡ്മിൻസ് അറിയാൻ പറ്റും. ഐഡിയ അല്ല ഇത് ബഗ്. ഓക്സിജോട്ട് പുറത്ത് വന്നു. നമ്മള് മൂന്നാമതായിരിക്കും. ഇതെങ്ങനെ ഇവര് ചത്തുപോണേ? ഇവര് വേറെ സ്റ്റീവ് കഴിഞ്ഞോ? തീർന്നോ? ലാസ്റ്റ് അടിച്ച CM ലക്കിനെ അടിച്ചേ. അപ്പൊ CM സെക്കൻഡ്, നമ്മള് തേർഡ്. തേർഡായിരിക്കും. പോയിന്റ്സ് നോക്കിയിട്ടില്ലേ? ഇനി പോയിന്റ് പോയിന്റ് നോക്ക് ഗൈസ്. ഇനി പോയിന്റ് നോക്ക്. നമ്മുടെ ടീം വിഷയമായിട്ട് കളിച്ചാ. വിഷയമായിട്ട് ഒന്നും പക്ഷെ ഇപ്പൊ കില്ലോട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവര് പറയും. അതായത് മാസനങ്ങാട് 2 കില്ല് കൂടുതൽ നമുക്കുണ്ടെങ്കിൽ നമുക്ക് കേറും. സ്റ്റാൻഡിങ് എന്തോ പോയിന്റ് ഇല്ലേ? ഇൻസ്റ്റാഗ്രാമിലാണ് കൊടുക്കുന്നത്. അപ്പൊ ബാക്കി റിസൾട്ട്സിന്റെ കാര്യം പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ട്, എല്ലാരും കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. വിന്നേഴ്സിനെ ഇപ്പൊ അനൗൺസ് ചെയ്യത്തില്ല. വിന്നേഴ്സിനെ പിന്നീടായിരിക്കും അനൗൺസ് ചെയ്യുന്നത്. പിന്നീടെന്ന് പറഞ്ഞാ
സോ ഫൈനൽ ആ ഒരു അവർക്ക് count ചെയ്യണം, ഫൈറ്റ് kill കാണാൻ count പറ്റില്ല. CM ലക്കീനെയാണ് അടിച്ചിട്ട് Correct ഏറ്റവും സമയം. സോണോട്ടി പോയില്ലെന്ന് പറഞ്ഞ കേക്ക് അഡ്വാൻറ്റേജ് പ്ലസ് ലാസ്റ്റ് കിട്ടി അവർ കിട്ടിയ പൊസിഷൻ നൈസായിരുന്നു മാസം അതിനെ ബാക്കി ടിവി ഗൈസ് മൈരന്മാരെ ഓ റിയാസ് ബി ബാക്കി അപ്ഡേറ്റ്സ് നമ്മൾ അണ്ണാ chat വായിക്കുന്ന അറിയാം, അതിപ്പോ വന്നിട്ടതാണ്. chat എടുത്തിട്ടില്ല. നമ്മളെ രണ്ടുപേരെ വെച്ച് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയെങ്കിലേ ഒന്ന് ചിന്തിച്ചാൽ രണ്ടുപേരെ വെച്ച് കളിച്ചില്ല ഇവിടെ വരെ എത്തിയല്ലോ നമുക്ക് എത്ര കിലോ ഉണ്ട് മൊത്തം അത് മാത്രമല്ല അവർക്കുള്ള പ്രൈസ് അത്യാവശ്യം kill ഉണ്ട് നമുക്ക്. എടാ ഒന്ന് മിണ്ടായിരുന്നു അവരെന്ത് പറയുന്നത് കേക്കട്ടെ അടിപൊളി. അപ്പൊ ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ് മാസ് സ്റ്റീവ്. ഒരു ബാക്കി റിസൾട്ടുകളെല്ലാം ഇൻസ്റ്റാഗ്രാമിൽ അല്ലേ? യെസ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ഡിസ്കോഡിലും അപ്ഡേറ്റ് ചെയ്യും. നമുക്ക് ഈ പോയിന്റ്സും കിൽസും എല്ലാം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് ടോപ്പ് എത്തിയത് ടീം ഏതാണെന്ന് നോക്കാനുള്ള ടൈം. അതേപോലെ തന്നെ നമ്മൾ മീൻ വെയിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്കുള്ള പ്രൈസ് പൂൾ കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ സ്റ്റേൻ. അപ്പൊ കലാപരിപാടികൾ അങ്ങനെ നമ്മൾ അവസാനിച്ചിരിക്കുന്നു. ഇന്നത്തെ ഇനി എന്തെങ്കിലും ചടങ്ങുകൾ എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഇല്ല, കമന്റിൽ ഒന്നും ഇല്ല. ഇനി എന്തെങ്കിലും അറിയിപ്പുകൾ എന്തെങ്കിലും കാര്യങ്ങൾ? ഇനി മെയിൻ ആയിട്ടുള്ളത് മറ്റേ ഇതൊക്കെ പോയി ടി വി വെപ്പന്റെ സുന്ദരൻ എന്റെ അച്ഛന്റെ വായിൽ വെച്ച് തരും സ്റ്റീവ്. കണ്ടെടുത്തോളൂ നോക്ക്.